तो आज एक बहुत अच्छा विषय पर चर्चा करेंगे। स्वयं के परिवर्तन का आधार स्वराज्य अधिकारी स्थिति। स्वयं के परिवर्तन का आधार है स्वराज्य अधिकारी സ്ഥിതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് സ്വയത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ആധാരം स्वराज्य अधिकारी स्थिति. क्योंकि सवेरे हम लोगों ने चर्चा की थी और खास हमारी इस भट्टी का लक्ष्य क्या है? बाप समान बनना और अपने संस्कारों को परिवर्तन करना. രാവിലെ നമ്മൾ ചർച്ച ചെയ്തത് ഇതാണ്. നമ്മളുടെ ഭട്ടിയുടെ ലക്ഷ്യം തന്നെ വെച്ചത് ബാബയ്ക്ക് സമാനമാകുക, തൻ്റെ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തുക. संस्कार परिवर्तन का आधार है स्वराज्य अधिकारी स्थिति. സംസ്കാര പരിവർത്തനത്തിൻ്റെ ആധാരം സ്വരാജ്യ അധികാരി സ്ഥിതിയാണ്. इतना ही नहीं, अगर आप अपने स्वयं को बदलना चाहते हो, परिवर्तन करना चाहते हो, इसका आधार भी है स्वराज्य अधिकारी स्थिति. നമ്മളെ പരിവർത്തനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വയം മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് സ്വരാജ്യ അധികാരി സ്ഥിതിയാണ്. इतना ही नहीं, भविष्य में ऊंच पद प्राप्त करने का आधार भी है स्वराज्य अधिकारी स्थिति. അത്രമാത്രമല്ല, ഭാവിയിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നതിൻ്റെ ആധാരവും സ്വരാജ്യ അധികാരി സ്ഥിതിയാണ്. तो भविष्य में इसमें से राजा कौन कौन बनने वाले, हाथ खड़ा करो. ഭാവിയിൽ രാജാവാകാൻ പോകുന്ന ഒരു കൈപൊക്കിയെ. കൊള്ളാം. अच्छा, सबको बनना है. എല്ലാരും കൈ അടിച്ചോളൂ. കൊള്ളാം. ഭാവിയിൽ രാജാവാകാൻ പോകുന്നവർ. वैसे तो अभी कलयुग के अंत में भी त्रिवेंद्रम में राजधानी में रहते हैं, तो राजा जरूर बनेंगे. കലിയുഗത്തിന്റെ ലാസ്റ്റ് ടൈമിൽ തിരുവനന്തപുരം ആണല്ലോ ഇതിന്റെ ക്യാപിറ്റൽ, അതുകൊണ്ട് തീർച്ചയായിട്ടും രാജാവാകും. लेकिन राजा बनने का आधार है इंद्रियों पर शासन. जिसका अपने स्वयं के इंद्रियों पर शासन है वही राजा बनेंगे. പക്ഷെ രാജാവാകുന്നതിന്റെ ആധാരം എന്ന് പറയുന്നത് കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം വേണം. ആർക്കാണോ തന്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ ഒരു നിയന്ത്രണവും ഇല്ലാത്തത് അവരൊരിക്കലും രാജാവാകില്ല. क्या आप लोगों ने हाथ खड़ा किया था हम राजा बनने वाले हैं, तो क्या हर इंद्रियों पर आपका शासन है? നിങ്ങൾ കൈപൊക്കിയല്ലോ ഞാൻ രാജാവാകുമെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും നിങ്ങൾ പറയുന്ന കണക്ക് തന്നെയാണോ കേൾക്കുന്നത്? मन को कहा ये मन तुम परमधाम में जाना, मन कहीं मार्केट में लेके जाता है, तो राजा कैसे बनेंगे? മനസ്സിൻ്റെ അടുത്ത് പറയാണ് പരംധാമത്തിലേക്ക് പോകുന്നു. മനസ്സ് നമ്മളെ ഏതെങ്കിലും മാർക്കറ്റിലോട്ട് കൊണ്ടുപോകും, പിന്നെ എങ്ങനെ രാജാവാകും? जिसका इंद्रियों पर शासन नहीं है वो राजा नहीं बन सकता. राजा कौन बनेगा? दासी कौन बनेगी? साहूकार कौन बनेगा? सिस्टम है. ഇന്ദ്രിയങ്ങളുടെ മേലെ ഒരു നിയന്ത്രണം ഇല്ലാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും രാജാവാകാൻ പറ്റില്ല. രാജാവ് ആരാകും, ദാസി ആരാകും, അവിടെ സമ്പന്നൻ ആരാകും, അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. आज तक के पुरुषार्थ अनुसार चेक करो, मैं राजा बनने वाली हूँ, दासी बनने वाली हूँ, साहूकार बनने वाली हूँ, या क्या बनने वाले हैं? मुकड़ा देख ले प्राणी. ഇന്ന് വരെ ചെയ്ത പുരുഷാർത്ഥം വെച്ചൊന്ന് പരിശോധിച്ച് നോക്കിയേ, നമ്മൾ ആരാകും? രാജാവാകോ, ദാസിയാകോ, സമ്പന്നനാകോ? മുഖം നോക്കൂ, ഹേ പ്രാണി. कोई ज्ञान में चलता है, धन से सेवा नहीं करता, ज्ञान दूसरों को नहीं सुनाता और इंद्रियों के भी अधीन है, लेकिन ज्ञान में चलता है. ऐसी आत्मा का भविष्य है दास दासी. ഒരാൾ ജ്ഞാനത്തിലുണ്ട്, പക്ഷെ അവര് ഒരു സേവനവും ചെയ്യുന്നില്ല, ആർക്കും ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നത് ഇല്ല, പക്ഷെ അവർ ജ്ഞാനത്തിലുണ്ട്. അങ്ങനെയുള്ളവർ ഏത് പദവിയിൽ പോകും? ദാസ ദാസി പദവിയിൽ പോകും. दास दासी वो होता है जो जीवन में उदास रहता है. ദാസദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ജീവിതത്തിൽ എപ്പോഴും ഉദാസീനമായിട്ട് അലസമായിട്ട് നടക്കുന്നത് അവരാണ് ദാസദാസിമാരാകുന്നത്. और उदास वो होता है जो इंद्रियों के अधीन है. ഇനി ഉദാസീനനാകുന്നവരാരാ? അലസരായിട്ട് നടക്കുന്നവരാരാ? ഇന്ദ്രിയങ്ങൾക്ക് അധീനമായി ജീവിക്കുന്നവരാണ് അലസരായിട്ട് നടക്കുന്നത്. जो किसी का श्रृंगार नहीं करते, ज्ञान नहीं सुनाते, वो भविष्य में श्रृंगार करने वाली दास दासियां बनती हैं. ഇവിടെ ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ ഒരാൾ ജ്ഞാനം പറഞ്ഞ് വേറൊരാളെ അലങ്കരിക്കുന്നതേ ഇല്ലയെന്ന് വെച്ചോളൂ,
ജ്ഞാനം കൊടുത്ത് വേറൊരാൾ അലങ്കരിക്കുന്നില്ല എങ്കിൽ ഭാവിയിൽ അവരാരെങ്കിലുമൊക്കെ അലങ്കരിക്കുന്ന ദാസനോ ദാസിയോ ആയിട്ട് മാറും. बाबा कितना रोज कहते हैं बच्चे मंदिर में जाओ, स्मशान में जाओ, मेरा संदेश सुना. हम सुनते हैं, घर में अपने मस्त रहते हैं, तो राजा कैसे बनेंगे? ബാബ എത്ര പ്രാവശ്യം പറയാറുണ്ട്, കുട്ടികൾ ക്ഷേത്രത്തിൽ പോവും, ശ്മശാനത്തിൽ പോവും, അവിടെ പോയിട്ട് എൻ്റെ സന്ദേശം കൊടുക്കുന്നു. നമ്മൾ കേൾക്കുന്നുണ്ട് ഡെയിലി, പക്ഷെ ചെയ്യുന്നില്ല. പിന്നെ ആരാകും? कोई ज्ञान में चलता है, धन सेवा में लगाता है, ज्ञान दूसरों को सुनाता है, लेकिन इंद्रियों के अधीन है, वो भविष्य में साहूकार बनेगा, राजा नहीं बनेगा. ഇപ്പോൾ ഒരാൾ ജ്ഞാനത്തിലുണ്ട്, അവർ ധനം കൊണ്ട് സേവനം ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ജ്ഞാനവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ കർമ്മേന്ദ്രിയങ്ങൾ അവരുടെ അധീനതയിലില്ല. അങ്ങനെയാണെങ്കിൽ അവർ സത്യോഗം വരുമ്പോൾ അവിടെ സമ്പന്നനാകും, പക്ഷെ രാജാവാകില്ല. कोई ज्ञान में चलता है, धन से सेवा नहीं करता, ज्ञान भी दूसरों को नहीं सुनाता, लेकिन इतना गुप्त पुरुषार्थ योग ज्ञान कर रहे हैं जो इंद्रियों पर शासन किया है, वो राजा तो बनेगा, लेकिन कंगाल राजा बनेगा. ഒരാൾ ജ്ഞാനത്തിലുണ്ട്, അവര് എല്ലാ സേവനവും ചെയ്യുന്നുണ്ട്, അവർക്ക് ഗുപ്ത പുരുഷാർത്ഥവുമുണ്ട്, ഇന്ദ്രിയങ്ങളുടെ രാജാവുമായിട്ടുണ്ട്, ഇന്ദ്രിയങ്ങളുടെ മേൽ അനുശാസനവും ഉണ്ട് അവർക്ക്. അവർ തീർച്ചയായിട്ടും രാജാവാകും. कंगाल राजा बनता है. കോൺസി രാജ? कंगाल. कंगाल അവര് രാജാവാകും, പക്ഷേ അവര് ജ്ഞാന സേവനം ചെയ്യുന്നില്ല എങ്കിൽ ദരിദ്രനായ രാജാവാകും. और कोई ज्ञान में चलता है, धन से सेवा करता है, ज्ञान दूसरों को सुनाता है, इंद्रियों पे भी शासन है, वो है संपन्न राजा. ഒരാൾ ജ്ഞാനം കേൾക്കുന്നു, അവർ സേവനം ചെയ്യുന്നു, ധനസാ സേവനം ചെയ്യുന്നു, ജ്ഞാനം കൊടുത്ത് സേവനം ചെയ്യുന്നുണ്ട്, അവർക്ക് ഇന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണവും ഉണ്ടെന്ന് വെച്ചോളൂ, എങ്കിൽ തീർച്ചയായിട്ടും അവര് ആ സമ്പന്നനായ രാജാവായിട്ട് മാറും. तो चेक करो आपकी खुद की गाड़ी कहाँ है. അതുകൊണ്ട് പരിശോധിക്കാൻ നമ്മുടെ വണ്ടി ഇപ്പൊ എവിടെ വരെ എത്തി. इसलिए अभी भी परिवर्तन का आधार है स्वराज्य अधिकारी स्थिति. പരിവർത്തനത്തിന്റെ ആധാരം സ്വരാജ്യ അധികാരി സ്ഥിതി തന്നെയാണ്. बाबा ने कभी कोई मुरली में ये नहीं कहा जिन्होंने मम्मा बाबा को देखा वो राजा बनेंगे, जो माउंट आबू में रहते वो राजा बनेंगे, जो बहुत साल से कल चलते वो राजा बनेंगे. राजा बनने का आधार है स्वराज्य अधिकारी स्थिति. ബാബ ഇതുവരെ മുരളിയിൽ പറഞ്ഞിട്ടില്ല മമ്മയുടെയും ബാബയുടെയും കൂടെ നിൽക്കുന്നവർ രാജാവാകും, അല്ലെങ്കിൽ മധുബൻ മൗണ്ട് അബൂൽ താമസിക്കുന്നവർ രാജാവാകും, കുറേ വർഷങ്ങളായിട്ട് ജ്ഞാനത്തിലുള്ളവർ രാജാവാകും എന്ന് ബാബ ഇതുവരെ മുരളി പറഞ്ഞിട്ടില്ല. ബാബ മുരളി പറഞ്ഞിട്ടുള്ളത് രാജാവാകാനുള്ള ആധാരം എന്ന് പറയുന്നത് സ്വരാജ്യ അധികാരി സ്ഥിതിയാണ്. आज ब्रह्मा बाबा ने नारायण का पद प्राप्त करने के लिए रोज ब्रह्मा बाबा अपनी डायरी, एक ब्रह्मा बाबा की एक डायरी मिली थी, और उसी डायरी में रोज बाबा दरबार लिखते थे, एक एक इंद्रियों पर शासन करने की मेहनत की, और इसीलिए आज बाबा ने इतना बड़ा नारायण का पद प्राप्त किया. ബ്രഹ്മാ ബാബ ഇത്രയും പുരുഷാർത്ഥം ചെയ്ത് നാരായണന്റെ പദവി പ്രാപ്തമാക്കി. എങ്ങനെയാ? ബ്രഹ്മാ ബാബയുടെ ഡയറിയിൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, ബാബ ഡെയിലി തൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ അനുശാസനം നടത്തുമായിരുന്നു, കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ ഭരണം നടത്തുമായിരുന്നു. അങ്ങനെ നടത്തി നടത്തി ബ്രഹ്മാ ബാബ ആരായി? നാരായണനായിട്ട് മാറി. लेकिन आज हमारा इसके तरफ ध्यान नहीं है. हम योग लगा रहे, पुरुषार्थ कर रहे हैं, अमृत वाला उठ रहे, आंधा पीस रहा है और कुत्ता बैठ करके खा रहा है. പക്ഷെ നമ്മൾ അത്രയും പുരുഷാർത്ഥം ചെയ്യുന്നില്ല എന്ന് വെച്ചോളൂ, നമ്മൾ അമൃതവേള ചെയ്യുന്നില്ല, മുരളി കേൾക്കുന്നില്ല എങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? आंधा पीस रहा है, कुत्ता बैठ करके खा रहे हैं. क्या? आंधा मतलब जिसको आंखें नहीं वो ആ चक्की ഓക്കെ, पीस रहे हैं, और അതായത് कुत्ता बैठ के उसको खा കണ്ണ് रहा है. കണ്ടുകൂടാത്ത ആളിരുന്ന് അരി അരയ്ക്കുകയാണ്, പക്ഷെ അവിടെ നായ വന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ആ കണ്ണ് കാണാൻ വയ്യാത്ത കാരണം അയാൾ അത് അറിയുന്നില്ല. मना हम योग लगा रहे, अमृत वाला कर रहे, सब कुछ करें, और सारा दिन आंखें व्यर्थ देख रहे हैं, कान गलत सुन रहे हैं, मुख गलत मुख व्यर्थ बोल रहे हैं, मन व्यर्थ सोच रहे हैं, जितना कमाए उतना खत्म, और हमको लगता है हम बहुत कुछ कर रहे हैं, जमा कुछ भी नहीं. इसीलिए स्वराज्य अधिकारी बनने की जरूरत है.
അതായത് പറഞ്ഞു വന്ന അർത്ഥം ഇതാണ്. അതായത് കണ്ണ് കണ്ടുകൂടാത്ത ആൾ അരി അരയ്ക്കുന്നു, പക്ഷെ അത് മുഴുവനും നായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ അമൃതവേള ചെയ്യുന്നു, മുരളി കേൾക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ ആവശ്യമില്ലാത്തത് മുഴുവനും കാണും, ആവശ്യമില്ലാത്തത് മുഴുവനും കേൾക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇരുന്ന് ചിന്തിക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എത്ര പുരുഷാർത്ഥം ചെയ്യുന്നോ അതെല്ലാം ഒരു വശത്തൂടെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. हर इंद्रिया श्रीमत प्रमाण चले तब जाकर के कहेंगे माता बड़ी अच्छी है, ये भाई बहुत अच्छा है. अच्छा मतलब क्या? उसका इंद्रियों पर संयम है. നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങളും ശ്രീമത്ത് അനുസരിക്കണം. അപ്പോഴാണ് മറ്റുള്ളവർ കാണുമ്പോൾ പറയുന്നത് ഇത് നല്ലൊരു മാതാജിയാട്ടോ, അല്ലെങ്കിൽ ഇതൊരു നല്ല ഭായിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ നല്ലതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിയമം അനുസരിച്ച് ജീവിക്കണം. കർമ്മേന്ദ്രിയങ്ങൾ നിയമത്തിൻ്റെ ആധാരത്തിൽ പോകണം. नौका पानी के ऊपर से जाएगी, पार कराएगी. नौका के अंदर पानी आएगा तो डुबा देगी. ഒരു വെള്ളത്തിൻ്റെ മേലെ പോവുകയാണ്, അത് അക്കരെ എത്തും. എങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറാതിരുന്നാൽ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിക്കഴിഞ്ഞാലോ അത് മുങ്ങിപ്പോവും. जो इंद्रियों को चलाता है वो पार हो जाता है, जिसको इंद्रिया चलाते वो डूब जाता है. ഇന്ദ്രിയങ്ങൾ ആര് നിയന്ത്രിക്കുന്നു അവരക്കരെ എത്തും. പക്ഷെ ആരെയാണോ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുന്നത് അവർ മുങ്ങിപ്പോവും. इसलिए दुनिया को बदलने का आधार है इस दुनिया को बदलो. ये शरीर एक दुनिया है, जो इस शरीर रूपी दुनिया पर शासन करता है वही इस दुनिया पर शासन कर सकता है. അതുകൊണ്ട് ലോകത്തിനെ മാറ്റുന്നതിൻ്റെ ആധാരം എന്താണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മേലെ നിയന്ത്രണം വരണം. ഈ ശരീരം യഥാർത്ഥത്തിൽ ഒരു ലോകമാണ്. ഈ ശരീരത്തിൻ്റെ മേലെ ആർക്കാണോ ഭരണം നടത്താൻ അറിയാവുന്നുള്ളത് അവർക്ക് മാത്രമേ ലോകത്തിനെ ഭരിക്കാനും സാധിക്കൂ. इस दुनिया का ये जो स्थूल दुनिया है उसका सैंपल ये दुनिया है. इसलिए बाबा कहते हैं स्वयं को बदलो, दुनिया अपने आप बदल जाएगी. അതായത് ഈ ലോകത്തിൻ്റെ മുമ്പിലൊരു ലോകത്തിനെ മൊത്തത്തിലെടുത്താൽ ആ ലോകവുമായിട്ട് നമ്മളുടെ ശരീരത്തിന് താരതമ്യപ്പെടുത്താൻ പറ്റും. ഇതൊരു ചെറിയ ലോകമാണ് നമ്മുടെ ദേഹം. അതുകൊണ്ടാണ് ബാബ പറയുന്നത് സ്വയം പരിവർത്തനപ്പെട്ടാൽ മതി, ലോകം താനെ പരിവർത്തനപ്പെട്ടോളും. जैसे दुनिया में 3 लोग है, शरीर में भी 3 लोग है, ये आत्मलोक. ലോകത്തില് 3 ലോകമാണല്ലോ ഉള്ളത്. ശരീരത്തിൻ്റെ 3 ലോകമുണ്ട്. ഇതാണ് ആത്മലോകം. दुनिया 5 तत्वों की है, शरीर भी 5 तत्वों का है. നോക്കണം, ലോകം 5 തത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ശരീരവും 5 തത്വങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. दुनिया में 70% पानी है, शरीर में भी 70% पानी है, वाटर लेवल है. ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാലും 70% വെള്ളമാണ്, ശരീരത്തിലും അങ്ങനെയാണ്. दुनिया में 950 करोड़ लोग रहते हैं, शरीर में भी 950 करोड़ सेल्स है, जीवाणु है. ലോകത്തിൽ ഏകദേശം 850 കോടിയിലധികം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ശരീരത്തിലും ഏകദേശം അത്രയധികം ജീവാണുക്കൾ, കോശങ്ങളുണ്ട്. इसलिए भाई जी इसके ऊपर शासन करो तो ऑटोमेटिकली इस दुनिया पर शासन करो तो इस दुनिया में शासन कर सकेंगे. അതുകൊണ്ട് നമ്മൾക്ക് ഈ ദേഹത്തിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ലോകത്തിൻ്റെ മേലെ നമുക്ക് നിയന്ത്രണം വരുത്താൻ സാധിക്കും. अनु मतलब आत्मा, शासन मतलब शासन. जिस आत्मा का इसके ऊपर शासन है वही प्रकृति के ऊपर सतयुग में शासनदारी बन सकता है, राज्य कर सकता है. अनुशासन. അനുശാസനം എന്നാണ് ഈ ഭരിക്കുക എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്നത്. അണു എന്ന് പറഞ്ഞാൽ ആത്മാവ്. ആത്മാവിൻ്റെ ഭരണം വരണം. ആത്മാവാണ് ഈ ദേഹത്തിനെ ഭരിക്കുന്നതെങ്കിൽ അങ്ങനെ ഏത് ആത്മാവിന് ഈ സമയത്ത് ഈ ശരീരത്തിൻ്റെ മേലെ ഭരണം വരുന്നുവോ അവർ സത്യയുഗത്തിൽ വിശ്വത്തിൻ്റെ മേലെ ഭരണം നടത്തും. जैसे प्रधानमंत्री दिल्ली में शांति में तब बैठेंगे जब उसके पार्टी के सारे लोग अपनी ड्यूटी एक्यूरेट करते हैं. इसी तरह आत्मा शांति में भ्रुकुटी में तब बैठेगी जब हर इंद्रिय अपनी अपनी ड्यूटी एक्यूरेट करते हैं. ഇപ്പം ഡൽഹിയിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ സമാധാനപൂർവ്വം ഇരിക്കണമെങ്കിൽ അയാളുടെ കൂടെ പ്രധാനമന്ത്രിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം അവരവരുടെ ഉത്തരവാദിത്വം കറക്റ്റായിട്ട് നിറവേറ്റണം. അതുപോലെ ആത്മാവാകുന്ന പ്രധാനമന്ത്രി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ ശാന്തമായിട്ടിരിക്കണമെങ്കിൽ ഈ ശരീരത്തിൻ്റെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും അവരവരുടെ ഉത്തരവാദിത്വം കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. आज कई कहते मेरे बच्चे मानते ही नहीं है, मेरा पति मानता ही नहीं है.
क्यों नहीं मानता? जिसकी इंद्रियां नहीं मानती उसका कोई नहीं मानेगा. പലരും കംപ്ലൈന്റ് പറയാറുണ്ട്, എൻ്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല, എൻ്റെ പതി പറഞ്ഞാൽ കേൾക്കില്ല. എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ആരുടെ വീട്ടുകാരാണ് അവരവർ പറഞ്ഞാൽ കേൾക്കാത്തത്? കാരണം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ പിന്നെ വീട്ടുകാരെങ്ങനെ കേൾക്കും? तो देवता बनने के लिए ये स्वराज्य अधिकारी स्थिति की आवश्यकता है. जिसका इंद्रियों पर शासन है उसके इर्द गिर्द में गुण और शक्तियां होती हैं, और जो इंद्रियों के अधीन है उसके इर्द गिर्द में आसुरी अवगुण और आसुरी शक्तियां होगी. സ്വരാജ്യ ദേവതയാകണമെങ്കിൽ സ്വരാജ്യ അധികാരി ആകുക തന്നെ വേണം. അതെന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആരുടെയാണോ ഇന്ദ്രിയങ്ങളുടെ മേലെ സമ്പൂർണമായിട്ടും ഭരണം നടക്കുന്നത് അവരുടെ ഓരോ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും ഗുണങ്ങൾ പ്രകടമായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആരെയാണോ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുന്നത് അവരിൽ നിന്ന് അവഗുണങ്ങൾ മാത്രമേ പ്രകടമാവൂ. बाबा ने दुनिया को परिवर्तन करने के लिए फार्मूला बनाया. अगर हर आत्मा अपने इंद्रियों पर शासन करेंगे तो ये काम, क्रोध, लोभ, मोह ऑटोमेटिकली खत्म होंगे. माया कोई बाहर से नहीं आती, माया आते हैं हमारी इंद्रियों के द्वारा, कान के द्वारा, मुख के द्वारा, आंखों के द्वारा. तो इस किले को मजबूत करो, सब कुछ ठीक हो जाएगा. ബാബ ഈ ലോകത്തിനെ പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് വിധിയാണ് കാണിക്കുന്നത്? ബാബ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം നടത്തി കഴിഞ്ഞാൽ, കാമം, ക്രോധം, മോഹം, ലോഭം ഇതിൻ്റെ എല്ലാം മേലെ നിങ്ങൾക്ക് നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാം ശരിയാകും. മായ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുറത്തുനിന്നല്ല വരുന്നത്. മായ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ അകത്തുനിന്നാണ് വരുന്നത്. കണ്ണിൻ്റെ, ചെവിയുടെ ഇതൊക്കെ ആവശ്യമില്ലാതെ വരുമ്പോഴാണ് നമ്മളുടെ മേലെയുള്ള നിയന്ത്രണം നമുക്ക് തെറ്റുന്നത്. सारे गीता का सार है, हे अर्जुन तुम अपने घोड़े की लगाम अपने हाथ में रखो. सारे ज्ञान का सार है बच्चे, तुम अपने इंद्रियों को अपने शासन प्रमाण रखो. മുഴുവൻ ഗീതയുടെയും ജ്ഞാനം എന്താ പറയുന്നത്? ഹേ അർജുന, നിന്റെ രഥത്തിന്റെ മുഴുവൻ നിയന്ത്രണവും നിന്റെ കയ്യിലായിരിക്കണം. ബാബ ജ്ഞാനം തരുന്നത് എന്തിന്റെ ആധാരത്തിലാണ്? ബാബ എന്താ നമ്മളുടെ അടുക്കൽ പറയുന്നത്? ഹേ ആത്മാ, നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും നിങ്ങൾ ആത്മാവാകുന്ന രാജാവിന്റെ കൈവശമായിരിക്കണം. आजकल के मम्मी पापा इतना बिजी हो गए, बच्चा कहाँ जाता है, किसके संग में जाता है, क्या देखता है, क्या सुनता है, उसको पूछने का देखने का टाइम ही नहीं है. और जब बच्चा गलत काम करता है उनकी आंखें खुल जाती हैं, बच्चे ने ऐसा गलत काम कैसे किया. अगर रोज वो बच्चों को पूछते, बेटा तुमने क्या देखा, क्यों देखा, किस लिए देखा, बच्चा गलत काम करता ही नहीं. അപ്പോൾ അതായത് ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങളിൽ അങ്ങനെ മുഴുകിയാണ് നടക്കുന്നത്. മക്കൾ എവിടെ പോകണമെന്നോ, എന്ത് ചെയ്യുന്നെന്നോ, ആരുടെ കൂടെയാണ് നടക്കണമെന്നോ ഇതൊന്നും അറിയുന്നേ ഇല്ല. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാണ് അച്ഛനമ്മമാർ ഉണരുന്നത്. എന്നിട്ട് വിളിച്ച് ചോദിക്കും, എന്തിനാ ഇങ്ങനെ ചെയ്തത്, എന്നു മുതലാണ് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കും. മക്കൾ പറയും, നമ്മളങ്ങനെ ചെയ്യുന്നേ ഇല്ല. इसी तरह आज हम अपने आप में इतना व्यस्त हैं, मेरी आंखें क्या देख रहे हैं, मेरा कान क्या सुन रहे हैं, मेरा मुख क्या बोलता है, मेरा मन क्या सोचता है, इसको हमको पूछने का देखने का टाइम ही नहीं है. और जब कभी गलत संस्कार आते हैं तब कहते ये कैसा हो गया. इसीलिए रोज हर इंद्रियों की पूछताछ करो. हे आंखें तुमने क्या देखा, हे मन तुमने क्या सोचा, तब संस्कार परिवर्तन होंगे. ഇതേപോലെ നമ്മളും പല പല കാര്യങ്ങളിൽ അങ്ങനെ മുഴുകി ജീവിക്കുകയാണ്. നമ്മളുടെ ഉള്ളിൽ എന്ത് നടക്കണമെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കണ്ണ് എന്ത് കാണുന്നെന്നോ, നമ്മളുടെ ചെവികൾ എന്താണ് കേൾക്കുന്നതെന്നോ, നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തകളാണ് വരുന്നതെന്നോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഏതെങ്കിലും അനാവശ്യമായ സംസ്കാരം വരുമ്പോഴാണ് നമ്മൾ ഉണരുന്നത്. അയ്യോ, ഇതെന്താ ഇങ്ങനെ ഒരു സംസ്കാരം എനിക്ക് വന്നതെന്ന്. അതുകൊണ്ട് ദിവസവും നമ്മൾ രാത്രിയിൽ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ വിളിച്ച് നമ്മൾ ചോദിക്കുക തന്നെ വേണം, ഇന്ന് നീ എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ ഇന്ന് കേട്ടു, ഇന്ന് എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു എന്ന് സ്വയം ഒരു പ്രശാസൻ നമ്മൾക്ക് നമ്മളുടെ മേലെ വേണം. बाबा कहते हैं चैरिटी बिगेट्स एट होम. तो हम अपने घर को सुधारो. घर मतलब लौकिक नहीं, ये शरीर हमारा पहला घर है. तो क्या इस घर में चलने वाले सब ज्ञान में चलते हैं? ബാബ മുരളിയിൽ പറയാറില്ലേ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ് പറയുന്നത്. സേവനം അവനവൻ്റെ വീട്ടിൽ നിന്ന് വേണം തുടങ്ങാൻ. വീടെന്ന് പറഞ്ഞാൽ ബാബ ഉദ്ദേശിക്കുന്നത് ലൗകിക വീട് മാത്രമല്ല, ആത്മാവിൻ്റെ വീട് ഏതാ? ശരീരമാണ്. ഇപ്പം നമ്മൾ ജ്ഞാനത്തിൽ ഉള്ളവരാണ്. ഇന്ന് നമ്മുടെ ശരീരത്തിലുള്ളവരെല്ലാം ജ്ഞാനം അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ കർമ്മേന്ദ്രിയങ്ങളൊക്കെ.
आंखें ज्ञान में चलती हैं। अगर आंखें ज्ञान में चलती, मोबाइल में कोई गलत चीजें देखते हैं, टक टक करके देखती रहते हैं रात को 12 बजे 1 बजे, और योग में बैठते बंद हो जाती। अगर आंखें ज्ञान में चलती तो वेरा देखती ही नहीं, योग में खुली रहती। കണ്ണുകൾ ജ്ഞാനത്തിലുണ്ടോ? കണ്ണ് ജ്ഞാനത്തിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കണ്ണ് ജ്ഞാനത്തിലില്ല എങ്കിൽ, കണ്ണുകൾക്ക് ജ്ഞാനമില്ല എങ്കിൽ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. 12 മണിയായാലും 1 മണിയായാലും കണ്ണ് തുറന്ന് തന്നെ ഇരിക്കും. ഇനി ആ സമയത്ത് യോഗത്തിന് വിളിച്ചിരുത്തിയാലോ, ഇരിക്കും മുമ്പേ കണ്ണടയും. അതിൻ്റെ അർത്ഥം എന്താ? कोई परचिंतन सुनाता है तो कान कहता और क्या हुआ, और क्या हुआ। अगर ज्ञान में चलता तो कहता नहीं मुझे नहीं सुनाओ। तो हर इंद्रियों के अंदर श्रीमत प्रमाण चलने की ये सिखाओ। ആരെങ്കിലും പരദൂഷണം പറയാണ്, ഉടനെ തന്നെ കാത് കൊണ്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് ചോദിക്കും പിന്നെന്തായി പിന്നെന്തായി എന്ന് ചോദിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അഥവാ ജ്ഞാനത്തിലുണ്ടെങ്കിൽ, കാതുകൾ ജ്ഞാനത്തിലുണ്ടെങ്കിൽ അപ്പോഴേ പറയും എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കേൾക്കണ്ട എന്ന്. അങ്ങനെ ഓരോ കർമ്മേന്ദ്രിയങ്ങളും നമ്മളുടെ നിയമത്തിൽ വരണം. इसलिए कभी 7 दिन का कोर्स इन घर वालों को करो, ये जो शरीर रूपी कान का कोर्स करो, मुंह का कोर्स करो, आंखों का कोर्स करो। जब हर इंद्रिया श्रीमत प्रमाण चलेगी तब जाकर के आपके अंदर परिवर्तन आएगा। അതുകൊണ്ട് ആദ്യം 7 ദിവസത്തെ കോഴ്സ് കേൾപ്പിക്കേണ്ടത് ഈ ശരീരമാകുന്ന വീടിനാണ്. കാതിന് കോഴ്സ് കേൾപ്പിക്കണം, കണ്ണിന് കോഴ്സ് കേൾപ്പിക്കണം, ഓരോ കർമ്മേന്ദ്രിയങ്ങൾക്കും കോഴ്സ് കേൾപ്പിക്കണം. അങ്ങനെ നിങ്ങളുടെ ഈ ശരീരം ശ്രീമത്ത് അനുസരിച്ച് നടന്നാലേ കാര്യങ്ങളെല്ലാം ശരിയാവൂ. आज करण बहुत होशियार था महाभारत का, लेकिन करण असफल क्यों बना? उसके रथ ने उसको धोखा दे दिया, धस गया, इसीलिए असफल बना। നോക്കണം, നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, പക്ഷേ കാര്യങ്ങളൊന്നും നേരെയാവുന്നില്ല. എന്തുകൊണ്ടാ? കർമ്മേന്ദ്രിയങ്ങൾ സമയമാകുമ്പോൾ നമ്മളെ ചതിക്കും. അപ്പൊ കരൺ, മഹാഭാരത് കാ കരൺ കർണന്റെ ഉദാഹരണം പറയാണ്. കർണന്റെ ഉദാഹരണം എന്താ പറയണെന്നറിയോ? കർണൻ നല്ല പുരുഷാർത്ഥമൊക്കെ ചെയ്തു, പക്ഷെ സമയമായപ്പോൾ ആര് ചതിക്കപ്പെട്ടു പോയി? കർണൻ ചതിക്കപ്പെട്ടു പോയി. എന്തുകൊണ്ടാ ചതിക്കപ്പെട്ടത്? കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. इसी तरह ज्ञान में बहुत होशियार है, लेकिन अगर मेरी कर्मेंद्रिया मुझे धोखा देते असफल बन जाएंगे. അതുപോലെ ജ്ഞാനത്തിൽ നല്ല സമർത്ഥനാണ്, നല്ല ജ്ഞാനമൊക്കെ പറയുന്ന ആളാ, പക്ഷെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം ഇല്ലായെങ്കിൽ സമയമാകുമ്പോൾ നമ്മൾക്ക് സഫലത കിട്ടില്ല. कृष्ण जब रथ में बैठता है पहले घोड़ों से प्यार करता है, थपथपाता है। क्यों? अगर घोड़े जाकर के दुर्योधन के सामने गिर जाएंगे, पराजय हो जाएंगे. കൃഷ്ണനെ കണ്ടില്ലേ? കൃഷ്ണനാണെങ്കിൽ തൻ്റെ മുമ്പിലിരുന്ന കുതിരകളെ വളരെ സ്നേഹത്തോടെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാ? കാരണം കുതിരകളെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ സമയമാകുമ്പോൾ യുദ്ധത്തിൽ ചതിക്കപ്പെടും. इसी तरह हमें भी क्या करना है, जब अमृत वाला परमधाम से शरीर में आते हैं तो पहले नहाते धोते हैं, उस समय क्या करो, अपने घोड़ों को प्यार करो। हे कान, तुम आज ऐसी कोई चीजें ना सुनना, मेरी पराजय हो जाए। हे आंखें, तुम ऐसी चीजें ना देखना, मेरी पराजय हो जाए। इनसे प्यार करो. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാവിലെ അമൃതവേളയിൽ നമ്മൾ പരംധാമത്തിൽ നിന്ന് താഴെ വരുന്ന സമയത്ത് റെഡി ആയിട്ട് ഫ്രഷ് ആയിട്ട് വന്നിരുന്നിട്ട് നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളെ കുറച്ച് ശ്രദ്ധിക്കണം. കാതുകളെടുത്ത് പറയണം, എൻ്റെ കാതേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇന്ന് കേൾക്കല്ലേ, എൻ്റെ കണ്ണേ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഇന്ന് കാണരുതേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ച് സ്നേഹിക്കണം. इस ज्ञान में केवल अकेले नहीं चलो, जब आपकी हर इंद्रिया जब आपके ज्ञान में चलेगी, श्रीमत प्रमाण चलेंगी, इस युद्ध में आप विजय बन सकेंगे. ഈ ജ്ഞാനമാർഗത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പാടില്ല. നിങ്ങളുടെ ഓരോ കർമ്മേന്ദ്രിയങ്ങളെയും കൊണ്ടേ ജ്ഞാനത്തിൽ പോകാവൂ. അങ്ങനെ ശ്രീമത്ത് അനുസരിച്ച് നടന്നാൽ മാത്രമേ ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. आज कई कहते सतयुग कब आएगा, कितना साल बाकी है। बाबा ने कहा था संगम केवल 100 साल का है, 100 साल तो 88 साल तो पूरा हो गया, अब कुछ दिखाई तो नहीं पड़ता है। सतयुग का गायन क्या है? एक धर्म, एक राज्य, एक भाषा। तो क्या सतयुग अंदर बनाया? एक आत्मा का शासन, एक का राज्य, कभी कभी माया का भी राज्य। पहले सतयुग अंदर बनाना है, एक आत्मा का शासन, एक धर्म, एक धारणा, तब सतयुग आएगा. इसलिए स्वराज्य अधिकारी बनना बहुत जरूरी है. പലരും ചോദിക്കാറുണ്ട് സത്യുഗം എപ്പോൾ വരും, ഇനി കലിയുഗം എന്ന് തീരും എന്നൊക്കെ. ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം 88 വർഷമായി സംഗമയുഗത്തിൽ, ഇനി 12 വർഷവും കൂടെ ബാക്കിയുണ്ട്.
എന്നൊക്കെ പറഞ്ഞ് കണക്കും കൂട്ടിയിരിക്കുകയാണേ. അപ്പം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഉള്ളിൽ സത്യയുഗം വന്നോ? സത്യയുഗത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഒരൊറ്റ ധർമ്മമേ ഉള്ളൂ, ഒരൊറ്റ ഭരണമേ ഉള്ളൂ, ഒരൊറ്റ ഭാഷയേ ഉള്ളൂ. അപ്പം ആ പറഞ്ഞ കാര്യം എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത്, എന്നാലല്ലേ അത് പുറത്തു വരുള്ളൂ. पहले जमाने में राजाई किले में रहते थे, जो राजा होता था किले में रहता था, फोर्ट में रहता था, और कोई भी अंदर आता था उसकी पूछताछ गेट पर होती थी, कहाँ जा रहे, किस लिए जा रहे हैं. ഒരു രാജാവേ അയാൾ ഒരു കോട്ടയ്ക്കുള്ളിലാണ് താമസിച്ചിരുന്നത്. അപ്പം കോട്ടയ്ക്കുള്ളിൽ രാജാക്കന്മാർ പണ്ട് താമസിച്ചിരിക്കുമല്ലോ. അപ്പം ആ രാജാവിനെ കാണാൻ ആരെങ്കിലും വന്നാൽ വെളിയിൽ കാവൽക്കാരൻ കാണും. കാവൽക്കാരൻ ചോദിക്കും, എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് ചോദിക്കും. तो ये शरीर भी हमारे एक फोर्ट है, किला है, और इस किले में राजा यहाँ रहता है, लेकिन इस किले के कई दरवाजे भी हैं, कान, मुंह, आंखें, मन, बुद्धि, लेकिन इसमें रोकने टोकने वाला कोई भी नहीं है. इसीलिए राजा की हालत गंभीर हो गई है. അതുപോലെ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു കോട്ടയാണ്. ഈ കോട്ടയ്ക്കകത്ത് താമസിക്കുന്ന രാജാവാരാ? ആത്മാവ്. ഇവിടെ ഇരിക്കുകയാണ്. ഈ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാനായിട്ട് ഒരുപാട് വാതിലുകളുണ്ട്. കാതുണ്ട്, കണ്ണുണ്ട്, വായയുണ്ട്, മനസ്സുണ്ട്. പക്ഷെ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ആർക്ക് വേണോ എപ്പോഴും അകത്ത് പോവാം, പുറത്തും പോവാം. അത് കാരണം രാജാവിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. जो योग्य नहीं है वो देखना नहीं है, योग्य नहीं है वो सुनना नहीं है, योग्य नहीं वो सोचना नहीं है. तब जब हर इंद्रिय अपनी ड्यूटी एक्यूरेट करेंगे परिवर्तन आएगा. കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അത്ര മേലെ നമ്മളുടെ മേലെ നിയന്ത്രണം കൊണ്ടുവരികയാണ്. ഓരോ കർമ്മേന്ദ്രിയങ്ങളും വളരെ കറക്റ്റായിട്ട് അവരവരുടെ ഡ്യൂട്ടി നിറവേറ്റുകയാണ് എങ്കിൽ സ്വരാജ്യ അധികാരിയാകാൻ പറ്റും. पहले जमाने में जैसे भारत में पाकिस्तान के बॉर्डर पर कोई रहने वाला कोई दुश्मन है, आतंकवादी है, वह बॉर्डर पर कहता है ये 500 की नोटों का एक बोरा लो, थैला लो, लेकिन मुझे अंदर जाने दो. वो सैनिक सोचेगा, अरे 500 के बोरा थैला, ये तो मैं कितना भी नौकरी करूंगा तो भी नहीं मिलेगा. वो लेकर के अंदर भेजेगा, कितने लोगों को मारेगा. इसीलिए उस सैनिक को नोट प्रेमी नहीं, देश प्रेमी बनने की जरूरत है. ഇപ്പം ഭാരതത്തിൻ്റെ അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു തീവ്രവാദി, പാകിസ്ഥാൻ തീവ്രവാദി പറയാണ്, എൻ്റെ കയ്യിൽ 500 രൂപയുടെ കെട്ടുകണക്കിന് നോട്ടുണ്ട്, അത് ഞാൻ തരാം, എന്നെ ഒന്ന് അകത്തോട്ട് വിട്ടാൽ മതിയെന്ന്. അപ്പം ആ പട്ടാളക്കാരൻ ചിന്തിക്കുകയാണ്, 500 കണക്കിന് രൂപയുടെ നോട്ട് എനിക്ക് കിട്ടുമല്ലേ, ഇത് ഞാൻ എത്ര കാലം ജോലി ചെയ്താലും എനിക്ക് കിട്ടില്ല, അപ്പം അത് വാങ്ങി ഇയാളെ അകത്ത് കടത്തിവിടാം എന്ന് ചിന്തിക്കോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് പട്ടാളക്കാരൊരിക്കലും നോട്ട് പ്രേമികളല്ല, ദേശപ്രേമികളാണ്. इसीलिए आज ये शरीर भी हमारा एक देश है, और इस आत्मा की रक्षा करने के लिए आज बॉर्डर पर कान बॉर्डर पर है, मुख बॉर्डर पर है, आंखें बॉर्डर, लेकिन आज माया कहीं बाहर से नहीं आती, इन्हीं कान के द्वारा आ रहे, मुख के द्वारा आ रहे. इसीलिए रोज इन इंद्रियों से बातें करना, जो योग्य नहीं वो न सुनना न देखना, अगर देखते उसको सजा देना. और ये पुरुषार्थ ब्रह्मा बाबा ने किया, और इसीलिए बाबा सबके प्रिय बने. അതുപോലെ നമ്മളുടെ ഈ ശരീരം യഥാർത്ഥത്തിൽ ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ ബോർഡറാണ് നമ്മളുടെ കാത്, നമ്മളുടെ വായ, നമ്മളുടെ കണ്ണ്. പുറത്തുനിന്നല്ല. എന്തെങ്കിലും മായ വന്നു കഴിഞ്ഞാൽ അത് കാത് വഴിയും മൂക്ക് വഴിയും വായ വഴിയൊക്കെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിൻ്റെ സുരക്ഷ ഇല്ലാതാകുന്നതാണ്. അതുകൊണ്ട് ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യണം. കാതുകൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കാതുകൾക്ക് ശിക്ഷ കൊടുക്കണം. എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ കണ്ണുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണുകൾ എന്ത് ചെയ്യണം? ശിക്ഷ കൊടുക്കണം. ഈ പുരുഷാർത്ഥമാണ് ബ്രഹ്മാവാവ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവാവയെ എല്ലാവർക്കും ഇത്രയധികം ഇഷ്ടമായിരുന്നത്. जी, जब भारत में अंग्रेज घुसे, कैसे घुसे थे? कहानियां ना पढ़े हैं ना आप लोगों ने हिस्ट्री में. भारत में अंग्रेज घुसे थे. ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ കയറി. എങ്ങനെ കയറി? നമ്മൾ പണ്ട് ചരിത്രം പഠിച്ചിട്ടില്ലേ? हाँ, भारत में अंग्रेज कैसे घुसे थे? भारत में नवाबों का शासन था. बंगाल का नवाब, बिहार का नवाब, सूरत का नवाब. अंग्रेज आए, नवाबों के साथ दोस्ती की और दिल्ली के ऊपर अटैक किया और भारत गुलाम हो गया. ഭാരതത്തിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കയറിയെന്നറിയോ? ഭാരതത്തിൽ, ബീഹാറിൽ, പഞ്ചാബിൽ അവിടെ ഇവിടെയൊക്കെ പണ്ട് കുറേ നവാബുകൾ ഭരിച്ചിട്ടുണ്ടായിരുന്നു.
ഈ നവാബ് ഈ രാജാക്കന്മാരുമായിട്ട് ബ്രിട്ടീഷുകാർ വന്ന് കൂട്ടുകൂടി പതുക്കെ അവർ ഡൽഹി അങ്ങ് അറ്റാക്ക് ചെയ്തു. അങ്ങനെ പതുക്കെ ബ്രിട്ടീഷുകാർ ഭാരതം മുഴുവനും കീഴടക്കി. इसी तरह शरीर रूपी इंडिया है, देश है, और इस शरीर रूपी इंडिया में कई नवाब है, कान, मुंह, आंखें, अपना अपना शासन है, कोई किसी का मानते नहीं है. तो माया रूपी अंग्रेज आए, काम क्रोध आए, इन नवाबों के साथ दोस्ती की, कान के साथ दोस्ती की, मुंह के साथ दोस्ती की, आंखों के साथ दोस्ती की, और फिर आत्मा के ऊपर अटैक किया. इसलिए अब हमारा शरीर रूपी देश गुलाम है, माया के गुलाम है. അതേപോലെ നമ്മളുടെ ഈ ശരീരവും ഭാരതദേശം പോലെയാണ്, ഇന്ത്യയാണ്. ഈ ഭാരതത്തിൽ ഒരുപാട് നവാബുമാരുണ്ട്, പറഞ്ഞാൽ കേൾക്കില്ല, അവനവന് തോന്നിയ പോലെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാതാണ്, വായയാണ്, കണ്ണാണ്. മായയാകുന്ന ഇംഗ്ലീഷുകാരൻ ആരുമായിട്ട് കൂട്ടുകൂടി? കാതിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചു കൊടുക്കും, കണ്ണിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ പതുക്കെ മായ ഇവരുമായിട്ട് കൂട്ടുകൂടി ആത്മാവാകുന്ന തലസ്ഥാനത്തിന് എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. अगर इस संगम युग में आपने शरीर रूपी देश को जितना जल्दी स्वतंत्र बनाएंगे उतना सतयुग में लंबा समय तक राजा बनने का पुरुषार्थ मिलेगा, आपको राजा बनने का चांस मिलेगा. സംഗമയുഗത്തില് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ശരീരമാകുന്ന രാജ്യത്തിനെ, ദേശത്തിനെ ഈ മായയാകുന്ന വിദേശിയിൽ നിന്ന് സ്വതന്ത്രമാക്കിയാൽ അത്രയും നീണ്ട കാലം നിങ്ങൾക്ക് സത്യയുഗത്തിൽ രാജ്യം ഭരിക്കാൻ പറ്റും. अगर इस संगम युग में खत्म होने तक इसके ऊपर शासन नहीं किया, माया रूपी देश को, अंग्रेज को नहीं भगाया, तो कोई भी जन्म में राजा नहीं बनेंगे. ഇനി സംഗമയുഗത്തിൽ ഒരു പ്രാവശ്യം പോലും നിങ്ങൾ മായയെ തുരത്തിയിട്ടില്ല, നിങ്ങളുടെ ദേശത്തിനെ പിടിച്ചെടുത്തിട്ടില്ല എന്ന് വെച്ചോളൂ, എങ്കിൽ ഒരു ജന്മത്തിൽ നിങ്ങൾ രാജാവാകില്ല. इसलिए राजा बनने के लिए हर इंद्रियों को श्रीमत प्रमाण चलाना. सामने से कोई व्यक्ति आता है, मन कहता है बेकार है, ये अच्छा नहीं है, आत्मा चुपचाप सुनता रहता है, ये अधीनता. അതുകൊണ്ട് രാജാവാകണമെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളെല്ലാം തന്നെ നമ്മളുടെ അധീനതയിൽ കൊണ്ടുവരണം. ഇപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നു, കണ്ണുടനെ പറഞ്ഞു കൊടുക്കും, അയ്യോ ഇയാൾ കൊള്ളില്ല കേട്ടോ, ഉടനെ തന്നെ ആത്മാവ് മിണ്ടാതിരുന്ന് കേട്ടുകൊണ്ടിരിക്കും, എന്നിട്ട് അതങ്ങ് അംഗീകരിക്കും. ഇതിനെയാണ് പറയുന്നത് അധീനത എന്ന്. अधीन वाला कभी अधिकारी नहीं बन सकता. അധീനമാകുന്നവർക്ക് ഒരിക്കലും അധികാരിയാകാൻ സാധിക്കില്ല. इसलिए रोज इनका दरबार लगाना, उनको सजा भी देना, शिक्षा भी. तो भारत में अंग्रेज घुसे थे, उनको भगाया कैसे? അതുകൊണ്ട് ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളുടെ ദർബാർ വിളിച്ചു കൂട്ടിയിട്ട് വിശേഷങ്ങൾ അന്വേഷിക്കണം. അതിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ശിക്ഷ കൊടുക്കേണ്ടിടത്ത് ശിക്ഷ കൊടുക്കണം. ഇപ്പൊ ബ്രിട്ടീഷുകാർ നമ്മുടെ ഭാരതത്തിനെ കീഴടക്കി, നമ്മൾ എങ്ങനെയാ അവരെ വെളിയിലാക്കിയത്? कैसे भगाए वही युक्ति यहाँ भी अपनानी है. എങ്ങനെ വെളിയിലാക്കി? ആ വെളിയിലാക്കിയ അതേ യുക്തി തന്നെ നമ്മൾ ഇവിടെയും അത് ഫോളോ ചെയ്യണം. जैसे भारत में अंग्रेज लोगों को भगाने के लिए क्या किया? जगह जगह पर सभा लगाई, जालियनवाला बाग, नमक का सत्याग्रह, कुछ नारे बनाए, वंदे मातरम. मुझे लगता है अखबार भी तब से चालू किया, अखबार चालू किया, उसके साथ साथ गणपति का त्योहार चालू किया, ताकि जनता को जागृत किया. जब जनता जागृत हो गई तब अंग्रेज लोग चले गए. ഈ ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്തെന്നറിയാം, അവിടെ ഇവിടെ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തി. ജാലിയൻ വാലാബാഗ്, ഉപ്പ് സത്യാഗ്രഹം. ആ സമയത്താണ് ശരിക്കും ഗണേശോത്സവം പോലുള്ള ആ ഉത്സവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ആ സമയത്താണ് ഇന്ത്യയിൽ പത്രമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. പത്രങ്ങളിലൂടെയൊക്കെ ആളുകളെ ഉണർത്താൻ തുടങ്ങി. അങ്ങനെ ഓരോ നാട്ടിലുമുള്ള ആളുകളെ ഉണർത്തി ആളുകളുടെ ഉള്ളിൽ ഉണർവ് കൊടുത്ത് എല്ലാവരും കൂടി ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു? ഓടിച്ചു വിട്ടു. चलो 2 मिनट योग करें. ट्रैफिक कंट्रोल. तो हमारी जनता कौन है? हमारी जनता है हमारी इंद्रियां. इसलिए इंद्रियों को जागृत करो. जब हर इंद्रियों के अंदर विकारों के प्रति नफरत आएगी, वो कहेगी माया गो बैक,
तब हम मायाजीत बन सकते हैं. നമ്മളുടെ ജനത ആരാ? നമ്മളുടെ ജനത നമ്മളുടെ ഇന്ദ്രിയങ്ങളാണ്. നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ ഉണർത്തിയെടുക്കണം. ഇന്ദ്രിയങ്ങൾക്ക് വികാരങ്ങളുടെ മേലെ വെറുപ്പുണ്ടാക്കിയെടുക്കണം നമ്മൾ. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും വികാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കണം, എന്നാലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. आज आत्मा कहता है माया गो ब्याक, कान कहता है और क्या हुआ, इधर से आ जाओ. जब तक आपके इंद्रियों के अंदर विकारों के लिए आकर्षण है तब तक संस्कार नहीं बदलेंगे. ആത്മാവ് പറയാണ് മായയെ ഓടെന്ന്. അപ്പോഴത്തേക്ക് ഉടനെ ചെവി പറയും, എവിടെ പോണേ, എൻ്റെ ചെവി കൂടെ ഇങ്ങ് കയറിക്കോ എന്ന് പറയും. നോക്കൂ, ഇന്ദ്രിയങ്ങൾക്ക് എപ്പോൾ വരേക്കും മായയുടെ മേലെ വെറുപ്പും എതിർപ്പും വരുന്നില്ലയോ അതുവരേക്കും വികാരങ്ങളുടെ ആകർഷണം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. इसलिए आज इंद्रियों के अंदर विकारों के प्रति नफरत दिलाने के लिए रोज इनसे बातें करो. और ये पुरुषार्थ ब्रह्मा बाबा रोज आधा घंटा इंद्रियों का दरबार लगा करके उसके अंदर इंद्रियों से बातें करते थे. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് വികാരങ്ങളുടെ മേലെ വെറുപ്പ് വരാൻ വേണ്ടിയിട്ട് നിത്യവും ഇന്ദ്രിയങ്ങളോട് നമ്മൾ സംസാരിക്കണം. ഇതിൻ്റെ ദർബാർ വിളിച്ചു കൂട്ടണം, സഭ കൂട്ടണം. ഈ ഒരു പുരുഷാർത്ഥമാണ് ഡെയിലി ബ്രഹ്മാ ബാബ ചെയ്തിരുന്നത്. नहीं तो हमारी हालत क्या है, अंधेरी नगरी, चौपट राजा, टकेचर भाजी, टकेचर काजा. इस शरीर का राजा सोया है, इसके अंदर जो चाहे हो रहा है, आंखें जो चाहे देख रहे, कान जो चाहे. और इसीलिए आज हमारे जीवन में विघ्न है, समस्या है, प्रॉब्लम है. നമ്മളുടെ അവസ്ഥ എങ്ങനെയാ പറയാറില്ലേ, ഇരുട്ട് പിടിച്ച രാജ്യം, ഒന്നിനും കൊള്ളാത്ത രാജാവ്, തോന്നുന്ന പോലത്തെ പ്രജകൾ. അങ്ങനെയാണോ നമ്മളുടെ ഈ രാജ്യം? ഈ ശരീരത്തിൽ എന്ത് നടന്നാലും ആത്മാവാകുന്ന ആത്മാവിന് യാതൊരു നിയന്ത്രണവും ഇല്ല. കർമ്മേന്ദ്രിയങ്ങൾ അതുപോലെ തോന്നിയ പോലെ നടക്കുകയാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങളും വിഘ്നങ്ങളും സമസ്യകളും ഒക്കെ ജീവിതത്തിൽ വരുന്നത്. आज दुनिया में जो क्राइम हो रहे, कोई किसी का मर्डर करता है, कोई सुसाइड करता है, कारण क्या? इंद्रियों पर शासन नहीं है, इसलिए आज अपराध हो रहे हैं. इसी तरह आज हमारे जीवन में भी जो गुस्सा आता है, कभी काम के वश हो जाते हैं, कभी क्यों? इंद्रियों पर शासन नहीं है. इसीलिए स्वराज्य अधिकारी बनने से ही ये सारी दुनिया परिवर्तन हो जाएगी. ലോകത്തിൽ എന്തുമാത്രം കുറ്റകൃത്യങ്ങളാ, ആളുകൾ മറ്റുള്ളവരെ കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു. അപ്പം നമ്മൾ എന്താ പറയുന്നത്? നിയമമൊന്നും ആരും പാലിക്കുന്നില്ല എന്ന് പറയും. ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. ഇടയ്ക്ക് കാമത്തിൻ്റെ വികാരം വരിക, ക്രോധത്തിൻ്റെ വികാരം വരിക. കാരണം എന്താ? നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നമുക്ക് യാതൊരു തരത്തിലുമുള്ള ഭരണവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ ആരാണോ നിയന്ത്രണം കൊണ്ടുവരുന്നത് അവർക്ക് മാത്രമേ അധികാരിയാകാൻ സാധിക്കുകയുള്ളൂ. जिसे प्रधानमंत्री को कोई गाली देने वाला पत्र लिखता है, वो पत्र कहाँ जाता है? उसके पीए के पास. पीए पढ़ेगा, कह के क्या फालतू आदमी लिखता है, फाड़ के फेंक देगा. मना उसका पीए उसका हितैषी है. നോക്കൂ, ഇപ്പോൾ പ്രധാനമന്ത്രിനെ മോശം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കത്ത് അയച്ചെന്ന് വെച്ചോളൂ. ആ കത്ത് നേരെ ആരുടെ കയ്യിലെത്തും? പ്രധാനമന്ത്രിയുടെ പിയുടെ കയ്യിലെത്തും. അയാൾ അത് തുറന്ന് വായിക്കുമ്പോൾ നോക്കുമ്പം വളരെ മോശമായൊരു ലെറ്റർ. അയാൾ എന്ത് ചെയ്യും? അവിടെ തന്നെ കീറി അത് ചവറ്റ് കൂട്ടയിലെറിയും. എന്തുകൊണ്ടാ? കാരണം പ്രധാനമന്ത്രിയുടെ പിയെ പ്രധാനമന്ത്രിക്ക് ഫേവർ ആയിട്ടുള്ള ആളാണ്. इसी तरह हमें कोई गाली देता है तो हमारा आत्मा का पिए कौन है? कान. कान फटाफट आत्मा तक पहुंचा था, हमको गाली दी, मुख डिस्टर्ब हो गया, मन डिस्टर्ब हो गया, सारी इंद्रिय डिस्टर्ब. और सवेरे के 4 पेज की मुरली सुनी थी, उसको कान नहीं बोलता. आज बाबा ने ऐसा बोला, उसको निकाल लेता है. माना कान मेरा हितैषी नहीं है. जब इंद्रिया मेरे हितैषी नहीं तो मेरा सफलता कैसे मिलेगी? इसलिए हर इंद्रिया आत्मा के प्रति रिगार्ड चाहिए, हितैषी चाहिए, शुभ चिंतक चाहिए. ഇത് നല്ലൊരു പോയിന്റാണ് കേട്ടോ. നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞെന്ന് വെച്ചോളൂ, കാത് അത് കേൾക്കേണ്ട താമസം എവിടെ എത്തിക്കും? ആത്മാവിൻ്റെ അടുത്ത്. അത് കേൾക്കേണ്ടത് നമ്മുടെ മനസ്സ് വിങ്ങാൻ തുടങ്ങും. പിന്നെ വായയിൽ തോന്നുന്ന വിളിച്ച് പറയും. അപ്പം എന്തുകൊണ്ട് ഇപ്പോൾ രാവിലെ വന്ന് 4 പേജുള്ള മുരളി കേൾക്കുന്നു, പക്ഷെ അതെവിടെ കയറുന്നില്ല? കാതിൻ്റെ അകത്തുകൂടി ആത്മാവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യുന്നില്ല? എത്തുന്നില്ല. അപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കണം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, അതോ നമ്മളെ ഇട്ട് ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കാനാണോ പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് പരിശോധിക്കണം, നമ്മളുടെ ഓരോ കർമ്മേന്ദ്രിയങ്ങളും നമുക്ക് വേണ്ടി എപ്പോഴാണോ പ്രവർത്തിക്കുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് സ്വരാജ്യ അധികാരിയാകാൻ സാധിക്കൂ. शिव बाबा हमें दोस्त के रूप में मिला हुआ है. वो दोस्त कहता है, वो देखता है कि मेरा दोस्त इतना अच्छा राजा था, इतना अच्छा बड़ा, इसको क्या हुआ? कहता है कोई बात नहीं, तुम घबराओ नहीं, मैं तुमको रोज ट्रेनिंग देता हूँ,
तुम रात को सोने के लिए मेरे पास आना, मैं तुम्हें ट्रेनिंग देता हूँ, ताकत देता हूँ। तो हमें रोज रात को सोने के लिए बाबा के पास जाना है और उसे पावर लेकर के सवेरे रोज आकर के इंद्रियों से बातें करनी है। ശിവബാബയെ നമുക്ക് കൂട്ടുകാരൻ്റെ രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ശിവബാബയെ പോലെ ഇത്രയും വലിയൊരു കൂട്ടുകാരൻ വന്നിട്ട് നമ്മളെ നോക്കുമ്പം ബാബ കാണുന്നത് എങ്ങനെയാണെന്നൊരു, ഇത് എങ്ങനെ രാജാവായിട്ടിരുന്നൊരു കുട്ടിയാ, ഇപ്പോൾ ഈ ആത്മാവിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ. അതുകൊണ്ടാണ് ദിവസവും ബാബ പറയുന്നത് രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് എൻ്റെ അടുക്കൽ വരണം. രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് നേരെ ബാബയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ബാബ നമുക്ക് ശക്തികൾ തരും, നമുക്ക് ബാബയുടെ പവർ നിറച്ചു തരും. എന്നിട്ട് നമ്മൾ രാവിലെ വന്നിട്ട് നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിപ്പിക്കണം. तो जैसे बाबा के पास जाकर के सोए, फिर अमृत वेला करके नीचे आओ और नीचे आकर के सभी इंद्रियों को पहले गुड मॉर्निंग बोलो, हर इंद्रियों को गुड मॉर्निंग बोलो और फिर 10-15 मिनट 4:45 बजे से लेकर के 5 बजे तक इंद्रियों से बातें करो. कैसे बातें करना है, कैसे दरबार लगाना है, उसके बारे में चर्चा करते हैं. നമ്മൾ ബാബയുടെ അടുക്കൽ പോയി രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് അമൃതവേളയും കഴിഞ്ഞിട്ടേ താഴെ വരാവൂ. താഴെ വന്നിട്ട് ഒരു 15 മിനിറ്റ് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളോട് സംസാരിക്കണം. ആദ്യം കർമ്മേന്ദ്രിയങ്ങളോട് ഗുഡ് മോർണിംഗ് പറയണം. താഴെ വന്നതിന് ശേഷം 15 മിനിറ്റ് ആ കർമ്മേന്ദ്രിയങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് ഇനി ചർച്ച ചെയ്യാം. सबसे पहले बात करो कान से. हे मेरे कान, तुम मेरे इस राजा के शान हो. अगर तुम ना होते मैं ईश्वरी महावक के कैसे सुनता. और मेरा तुम्हारे पर बहुत विश्वास है, इसीलिए मैंने तुमको बॉर्डर पर रखा है. कान का है, बॉर्डर पर है. ആദ്യം, അതായത് നമ്മൾ എപ്പോഴാണ് സംസാരിക്കേണ്ടത്, അമൃതവേള കഴിഞ്ഞ് 4:45 മുതൽ 5 വരെയുള്ള സമയത്ത് 15 മിനിറ്റ് കർമ്മേന്ദ്രിയങ്ങളോട് സംസാരിക്കണം. ആദ്യം സംസാരിക്കേണ്ടത് കാതിൻ്റെ അടുത്താണ്. കാതിൻ്റെ അടുത്ത് പറയണം, കാതേ നീ എൻ്റെ അഭിമാനമാണ്. നീ ഈ ശരീരത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ബാബയുടെ മഹാവാക്യങ്ങൾ കേൾക്കുമായിരുന്നു. കാതിൻ്റെ അടുത്താണ് ആദ്യം സംസാരിക്കേണ്ടത്. കാരണം അതിർത്തിയിൽ നിൽക്കുന്നത് ആരാ? അതിർത്തിയിൽ നിൽക്കുന്ന കർമ്മേന്ദ്രിയം കാതാണ്. लेकिन हे कान, मैंने तो तुमको विश्वास के साथ बॉर्डर पर रखा है, लेकिन आजकल तुम मुझे धोखा दे रहे हैं. मुझे तो पता नहीं था. आज मैं सवेरे अमृतवेला शिव बाबा के पास गया था, मेरे दोस्त के पास गया था. शिव बाबा ने तुम्हारे लिए कुछ इशारे दिए हैं. तुम मेरा खाते हो, मेरे राज्य में रहते हो. क्योंकि कान क्यों जिंदा है? आत्मा ने कमाया हुआ खून सप्लाई होता है. अगर कान थोड़ा डिस्टेंस में यहाँ होता तो जिंदा कैसे रहता है? तुम मेरा खाते हो, मेरे राज्य में मुझे धोखा देते हो. इसलिए हे कान, आज रात को सोने से पहले 10 बजे मैं दरबार लगाने वाला हूं. अगर तुमने सारा दिन कुछ वेरस सुना, मैं तुमको सजा दूंगा. കാതിൻ്റെ അടുത്ത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കണം. കാതിൻ്റെ അടുത്ത് പറയണം, ഹേ കാതേ, നീ എൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജീവിക്കുകയാണ്, എന്നിട്ട് നീ എന്നെ ചതിക്കുകയാണല്ലേ. ഞാൻ ഇന്ന് രാവിലെ അമൃതവേളയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയപ്പോഴാണ് കൂട്ടുകാരൻ പറഞ്ഞത് നിന്നെ കുറച്ച് സൂക്ഷിക്കണം എന്ന്. ആ കാതെങ്ങനെയാണ് ജീവിക്കുന്നത്? ആത്മാവ് ഈ ശരീരത്തിന് നിയന്ത്രിക്കുന്നത് കൊണ്ട്, ആത്മാവ് ഈ ദേഹത്തിന് ശക്തി കൊടുക്കുന്നത് കൊണ്ടുള്ള രക്തം, ബ്ലഡ് ഇവിടെ വന്നിട്ടാണ് കാതിനെ. ഈ കാതിനെ നമ്മൾ ഇവിടെ നിന്ന് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നിനും കൊള്ളാത്തൊരു സാധനമാണ്. അപ്പം എൻ്റെ ചോറും തിന്നുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഇരുന്നിട്ട് നീ എന്നെ ചതിക്കുകയാണല്ലേ. ഇന്ന് രാത്രിയിൽ ഞാൻ നിൻ്റെ ദർബാർ കൂടുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം നീ എന്തെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ, അതിനുള്ള തക്കതായ ശിക്ഷ നിനക്ക് ഞാൻ രാത്രിയിൽ തരും. और ये भी नहीं समझना मुझे कुछ पता नहीं चलता. मैंने इस शरीर रूपी किले के चारों तरफ से सीसी कैमरे का प्रबंध किया है. ആ കാതിൻ്റെ അടുത്ത് പറയണം, നീ വിചാരിക്കരുത് ഞാൻ അറിയാതെ എന്നെ അങ്ങ് പറ്റിക്കാന്ന്. ഒരിക്കലും നടക്കില്ല. എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് 4 വശത്ത് ഞാൻ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. आजकल जमाना है ना सीसी कैमरे का. अगर तुमने कुछ गलत सुना है, मुझे सारा पता चलता है. तुमको रात को सजा दूंगा फिर रात को सोने से पहले. CCTV വെച്ചിട്ടുണ്ട്. നീ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് കേട്ടോണ്ട് വന്ന് എന്നെ എങ്ങാനും പറ്റിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ നിനക്ക് തക്കതായ ശിക്ഷ ഞാൻ തരുന്നതായിരിക്കും. आगे चलो मुख के पास. हे मुख, तुम भी मेरे इस राज्य के शान हो. अगर तुम ना होते मैं दूसरों को ईश्वरी मावक के कैसे सुनाता, दूसरों से कैसे दुआ लेता. लेकिन कभी कभी तुम किसी का परचिंतन करते हो, किसी का अपमान करते हो. मेरा भाई मेरे से रूठ जाता है, मुझे बददुआएं देता है, हमारे संबंध बिगड़ जाते हैं. अगर तुम किसी का परचिंतन करोगे, अपमान करोगे, मैं तुमको सजा दूंगा. ഇനി അടുത്ത് പിടിക്കേണ്ടത് വായിനെയാണ്.
വായനെ പിടിച്ചിട്ട് പറയണം, എൻ്റെ വായെ നീ എൻ്റെ ഒരു അഭിമാനമാണ്, നീയും എൻ്റെ രാജ്യത്തിലാണ് ഇരിക്കുന്നത്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നീയും എന്ത് ചെയ്യാറുണ്ട്, എന്നെ ചതിക്കാറുണ്ടെന്ന്. ഞാനാണെങ്കിൽ ഈ വായിലൂടെ ഈശ്വരീയ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ആശീർവാദമൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ വായിലൂടെ തന്നെ നീ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ്, മറ്റുള്ളവരെ കുറിച്ചുള്ള പരദൂഷണം പറഞ്ഞ്, മറ്റുള്ളവരെ അപമാനിച്ച് നീ എന്നെ ചതിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിൽ ദർബാർ കൂടുമ്പം നിനക്ക് ഞാൻ തക്കതായ ശിക്ഷ തരുന്നതായിരിക്കും എന്ന് വായിൻ്റെ അടുത്ത് പറയണം. आगे चलो आंखों के पास है आंखें, मुझे 84 जन्म में बहुत आंखें मिली, लेकिन तुम्हारे जैसे भाग्यशाली आंखें कोई नहीं मिली, क्योंकि तुम्हारे द्वारा मैंने सत्यम शिवम सुंदरम परमात्मा को देखा है, जिसको देखने के लिए दुनिया की आंखें तरस रहे हैं, और तुमने उसको घंटों तक 5-5, 6-6 बार उस परमात्मा को सामने देखा है, खाते हुए देखा है, चलते हुए देखा है, मुस्कुराते हुए देखा है. तो क्या उस प्रभु को देखने बाद तुम्हारा पेट नहीं भरा? तुम इस दुनिया की गंदी बातें, व्यर्थ बातें क्यों देखते हो? अगर देखेगा मैं तुमको सजा दूंगा. ഇനി അടുത്തത് കണ്ണിൻ്റെ അടുക്കല്. കണ്ണിൻ്റെ അടുക്കൽ എങ്ങനെയാ സംസാരിക്കേണ്ടത്? ഹേ കണ്ണേ, എനിക്ക് 84 ജന്മങ്ങളിൽ എത്ര കണ്ണ് കിട്ടി, ഇത്രയും കണ്ണുകൾ കിട്ടി, പക്ഷെ എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഭാഗ്യശാലിയായ കണ്ണ് ഈ കണ്ണുകളാണ്. എന്തുകൊണ്ടാ? കാരണം ഈ കണ്ണുകളിലൂടെ ഞാൻ മണിക്കൂറുകളോളം സത്യം ശിവം സുന്ദരമായ പരമാത്മാവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്കൂർ പരമാത്മാവ് നടക്കുന്നത് കണ്ടിട്ടുണ്ട്, പരമാത്മാവ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്, പരമാത്മാവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഈ കണ്ണിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ കണ്ണുകൾ കൊണ്ട് അനാവശ്യമായ വ്യർത്ഥമായ കാര്യങ്ങൾ നീ കാണിച്ച് എന്നെ പറ്റിക്കുകയാണല്ലേ. അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ദർബാർ കൂടുമ്പം നിനക്ക് ഞാൻ തക്കതായ ശിക്ഷ തരുന്നതായിരിക്കും എന്ന് കണ്ണിൻ്റെ അടുക്കൽ പറയണം. आगे चलो पाँव के पास है पाँव, तुम भी मेरे इस राज्य की शान हो, अगर तुम ना होते मैं सेवा करने के लिए कैसे जाता? सेवा की हाथ ने कर्मना सेवा की, आदि दुआ तुमको मिल जाती है. मुख ने भाषण किया, आदि दुआ तुमको मिल जाती है. पाँव को क्यों? पाँव क्या करता है? घुटने के ऊपर पूरा शरीर को उठा कर लेके आता है. इसीलिए कोई भी व्यक्ति घर में आता है उसके चरण छूते हैं. चरण में आत्मा नहीं है, लेकिन क्यों छुआ? क्योंकि आत्मा को लाने का वही निमित्त. അടുത്തത് സംസാരിക്കേണ്ടത് പാദം, കാലിൻ്റെ അടുക്കലാണ്. കാലാണെങ്കിൽ എന്താ ചെയ്യുന്നത് പരിപാടി? കാലാണല്ലോ നമ്മളുടെ ഈ ശരീരത്തിനെ മൊത്തം നടത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം കണ്ണുകളിലൂടെയാണ് നമ്മൾ സേവനം ചെയ്യുക. ഇപ്പം സേവനം ചെയ്യാൻ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചോളൂ, കാലുണ്ടെങ്കിലല്ലേ പോകാൻ പറ്റൂ. വായ കൊണ്ട് സേവനം ചെയ്യുന്നു, കൈകൾ കൊണ്ട് സേവനം ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ പകുതി ആശീർവാദവും പോകുന്നത് ആർക്കാ? കാലുകൾക്കാണ്. അതുകൊണ്ടാണ് സാധാരണ കണ്ടിട്ടില്ലേ, ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ കാല് തൊട്ടാണ് നമസ്കരിക്കുന്നത്. കാലിൽ ആത്മാവില്ല, ആത്മാവിരിക്കുന്നത് ഇവിടെയാണ്. പക്ഷെ കാല് തൊട്ട് നമസ്കരിക്കുന്നത് എന്തുകൊണ്ടാ? കാല് അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാണ്. लेकिन कभी कभी हे पाँव तुम परचिंतन करने के लिए भी लेके जाते हो. परचिंतन क्या? मुख ने आधा पाप तुम्हारे पर चढ़ा, मुख ने आंखों ने फिल्म देखी, आधा पाप तुमने किया. अगर तुम कहता नहीं नहीं मैं राजा को ईमानदार, मुझे नहीं जाना, तो मुख कहेगा मैं जाता हूँ, अकेला जाता हूँ, जाएगा. इसीलिए हे पाँव तुम्हें कई के तरफ गलत लेके जाएगा, मैं तुमको सजा दूंगा. പക്ഷേ പാദങ്ങളെ നീ എന്ത് ചെയ്യാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് വായ പറയും വാ വരദൂഷണം പറഞ്ഞിട്ട് വരാമെന്ന്. അപ്പം കാലും കൊണ്ട് നീയാണല്ലോ കൊണ്ടുപോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് പറയും കണ്ണ് പറയും വാ സിനിമ കാണാമെന്ന്. കാലും കൊണ്ട് പോണതാരാ? അല്ല, ഈ ശരീരം കൊണ്ട് പോണതാരാ? കാലാണ്. അഥവാ നീ പറഞ്ഞിരുന്നെങ്കിലോ നിന്റെ കണ്ണിൻ്റെ അടുത്തും വായിൻ്റെ അടുത്തും ഒക്കെ ഇല്ല ഇല്ല ഞാൻ എൻ്റെ രാജാവിനെ ചതിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണിനിറങ്ങി അങ്ങ് പോകാൻ പറ്റുമോ? ഇല്ല. വായിക്കിറങ്ങിപ്പോയിരുന്ന് പരദൂഷണം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നീ ഈ കണ്ണുകൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടി കാലും കൊണ്ട് പോവുകയാണ് എങ്കിൽ കണ്ണ് ചെയ്യുന്നതിൻ്റെ പകുതി തെറ്റിൻ്റെ ഫലം ആർക്ക് കിട്ടും? നിനക്ക് കിട്ടും. എവിടെയെങ്കിലും നടന്നു പോയിരുന്ന ആരുടെയെങ്കിലും പരദൂഷണം പറഞ്ഞാൽ വായയ്ക്ക് പകുതി നിനക്ക് പകുതി. അതുകൊണ്ട് കാല് മര്യാദയ്ക്കിരിക്കെന്ന് പറഞ്ഞ് കാലിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. आज कई माता कहते मेरे को कोई रिगार्ड देता ही नहीं, मेरे को कोई रिस्पेक्ट क्यों नहीं देता? जिसकी इंद्रिय आत्मा को रिगार्ड नहीं देती उसको कोई रिगार्ड रिस्पेक्ट नहीं देता. इसीलिए हर इंद्रिया आत्मा के रिगार्ड दे, रिस्पेक्ट दे, श्रीमत प्रमाण चले, तब आपके अंदर परिवर्तन आएगा. പിന്നെ മാതാജി പറയണേ, എന്നെ ആരും ബഹുമാനിക്കാറേ ഇല്ല. എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല? ആദ്യം നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കട്ടെ.
നിങ്ങളുടെ ഓരോ കർമ്മേന്ദ്രിയങ്ങളും നിങ്ങൾ ആത്മാവിനെ ബഹുമാനിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങളെ തീർച്ചയായിട്ടും ബഹുമാനിച്ചിരിക്കും. इसलिए बाबा कहते बच्चे स्वयं को निर्विघ्न बनाओ, सेंटर को निर्विघ्न बनाओ, परिवार को निर्विघ्न बनाओ ना, झोन क्यों नहीं. ये निर्विघ्न का आधार है हर इंद्रिया हमारे अनुशासन में चले. അതുകൊണ്ടാണ് ബാബ പറയുന്നത് കുട്ടികളെ സ്വയം നിർവിഘ്നമാകൂ, കുടുംബത്തെ സെന്ററിനെ നിർവിഘ്നമാക്കൂ, നിങ്ങളുടെ പരിവാരത്തിന് നിർവിഘ്നമാക്കൂ. ഈ നിർവിഘ്നമാകുന്നതിൻ്റെ ആധാരം എന്താ? നിർവിഘ്നമാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഓരോ കർമ്മേന്ദ്രിയങ്ങളും നിങ്ങൾ പറയുന്നത് അനുസരിച്ച് നടക്കണം. ये अखंड राज्य, अखंड आत्मा का शासन बॉडी पर है, तब जाकर के संभव है. ഈ ശരീരത്തിൽ നിരന്തരമായിട്ട് ആത്മാവിൻ്റെ ഭരണം നടക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ നിർവിഘ്ന അവസ്ഥ സാധിക്കൂ. विघ्न 4 प्रकार के हैं. एक जिन लोगों के बीच में रहते हैं उन लोगों के तरफ से आने वाला विघ्न. വിഘ്നങ്ങൾ തന്നെ 4 പ്രകാരത്തിൽ വരും. ഏതൊക്കെയാ? നമ്മൾ ആരുടെ കൂടെയാണോ താമസിക്കുന്നത് അവരിൽ നിന്ന് നമുക്ക് വിഘ്നങ്ങൾ വരും. दूसरा विघ्न है प्रकृति का विघ्न, गर्मी बढ़ेगी, सर्दी बढ़ेगी, योग नहीं लगेगा. രണ്ടാമത്തെ വിഘ്നം പ്രകൃതിയുടെ ഭാഗത്ത് നിന്ന്, ചിലപ്പോൾ ചൂട് കൂടുതൽ, ചിലപ്പോൾ തണുപ്പ് കൂടുതൽ, യോഗം ചെയ്യാനിരുന്ന യോഗം കിട്ടുന്നില്ല, പ്രകൃതി കൊണ്ടുവരുന്ന വിഘ്നങ്ങളുണ്ട്. और तीसरा विघ्न है पुराने संस्कार जागृत होते हैं, ये विघ्न. മൂന്നാമത്തെ വിഘ്നമാണ് പഴയ സംസ്കാരങ്ങൾ ഉണർന്നു വരും, അതും വിഘ്നമാണ്. और चौथा विघ्न है इंद्रियों का विघ्न. इन चारों में से सबसे खतरनाक विघ्न है इंद्रियों का. നാലാമത്തേതാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിഘ്നം. ഈ പറഞ്ഞ 4 പ്രകാരത്തിലുള്ള വിഘ്നങ്ങളിൽ ഏറ്റവും ഭയാനകരമായ വിഘ്നം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിഘ്നമാണ്. अगर आप कर्मेंद्रिय जीत हैं, लोग आपका अपमान करे, निंदा करे, ग्लानि करे, कोई असर नहीं पड़ेगा, आप उसमें निर्विघ्न बन सकते हैं. നിങ്ങൾ കർമ്മേന്ദ്രിയങ്ങളെ ജയിച്ചവരാണെന്ന് വെച്ചോളൂ. നിങ്ങൾ ഒരാൾ വന്ന് ഇൻസൾട്ട് ചെയ്യാണ്, നിങ്ങൾ ഒരുപാട് ചീത്ത പറയാണ്, നിങ്ങൾക്ക് ഒന്നും തോന്നില്ല, കാരണം നിങ്ങൾ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരാണ്. प्रकृति कितना भी गर्मी बढ़े, सर्दी बढ़े, अगर इंद्रियों जीत हैं तो आपको उसका प्रकृति का भी विघ्नों का कोई असर नहीं पड़ेगा. നിങ്ങൾക്ക് ഇപ്പൊ പ്രകൃതി വിഘ്നം കൊണ്ടുവരികയാണ്, ഭയങ്കര ചൂട്, ഭയങ്കര തണുപ്പ്, നിങ്ങൾ ഇന്ദ്രിയങ്ങളുടെ മേലെ ജയിച്ചവരാണെങ്കിൽ പ്രകൃതിയുടെ ഒരു പ്രഭാവവും നിങ്ങളുടെ മേലെ വരില്ല. अगर आप इंद्रियों जीत हैं, संस्कार का विघ्न भी कुछ नहीं करेगा. ഇന്ദ്രിയ ജീത്താണെങ്കിൽ സംസ്കാരങ്ങൾ വഴി വരുന്ന വിഘ്നങ്ങളും നിങ്ങൾ ഒന്നും ചെയ്യില്ല. तो इसलिए सबसे खतरनाक विघ्न इंद्रियों का. इसलिए अगर इंद्रियों जीत हैं तो निर्विघ्न स्थिति आपकी बन सकती है. അതുകൊണ്ട് ഏറ്റവും അപകടകാരിയായിട്ടുള്ള വിഘ്നം ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിഘ്നമാണ്. അതുകൊണ്ട് ഇന്ദ്രിയ ജീത്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർവിഘ്ന സ്ഥിതി വരും. इसलिए आगे चलो, मन से बात करो. हे मेरे मन, तुम मेरे इस राज्य के शान हो. अगर तुम ना होते मैं ईश्वरी ज्ञान का चिंतन मंथन कैसे करता. लेकिन कभी कभी तुम व्यर्थों का भी चिंतन करते हो. अगर करेगा मैं तुमको सजा दूंगा. ഇനി സംസാരം തീർന്നിട്ടില്ല. ഇനി അടുത്ത് പിടിക്കേണ്ടത് മനസ്സിനെയാണ്. മനസ്സിൻ്റെ അടുക്കലും പറയണം, എൻ്റെ മനസ്സേ, നീയും എൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. കാരണം നീ ഇല്ലായിരുന്നെങ്കിൽ ഈ കേൾക്കുന്ന ഈശ്വരീയ മഹാവാക്യങ്ങൾ ഞാൻ എങ്ങനെ മനനം ചെയ്യുമായിരുന്നു. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് നീ ആവശ്യമില്ലാത്ത ചിന്തകൾ എന്തിനാ മനസ്സിൽ കൊണ്ടുതരുന്നത്? ഇനി എങ്ങാനും വല്ല ആവശ്യമില്ലാത്ത ചിന്തകളും എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ തക്കതായ ശിക്ഷ തന്നിരിക്കും. आगे चलो बुद्धि के पास. हे बुद्धि, मैंने सभी इंद्रियों में से चुन करके तुमको मंत्री बनाया. बुद्धि कौन सा मंत्री है? होम मिनिस्टर है, गृह मंत्री है. അടുത്ത ബുദ്ധിയോട് സംസാരിക്കണം. ബുദ്ധിയുടെ അടുത്ത് പറയണം, എൻ്റെ ബുദ്ധി, എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത് ഞാൻ നിന്നെ മന്ത്രിയാക്കി. ബുദ്ധിയാണ്, അറിയാമല്ലോ, ആഭ്യന്തര മന്ത്രി എന്ന് പറയുന്നത് ബുദ്ധിയാണ്. बुद्धि होम मिनिस्टर है, क्योंकि मन को अगर विचार चला कि मुझे फिल्म देखने के लिए जाना है तो मन की फाइल कहाँ जाती है? बुद्धि के पास. बुद्धि निर्णय करे, हाँ ठीक है जाओ. अब बुद्धि ने जाओ बोलते पाँव चले गए, आंखें चली गई, मन सब इंद्रिया फॉलो किया. किसको? बुद्धि को. इसीलिए एकांत में बुद्धि से बातें करो. हे बुद्धि, तुमको तो मैंने मंत्री बनाया, गृह मंत्री बनाया. मुझे लगा कि तुम मेरा कारोबार अच्छा चलाएगा, लेकिन तुमने कोई ऐसे गलत निर्णय लिया, मेरी पूरी राजाई चली गई.
क्या इसीलिए यही मेरा फायदा लिया? इसीलिए हे बुद्धि, आज से तुम्हें कोई भी निर्णय लेना है श्रीमत के आधार से, अगर तुम गलत निर्णय लेगा मैं तुमको सजा दूंगा. ബുദ്ധിയോട് സംസാരിക്കണം. ബുദ്ധിയാണ് ആഭ്യന്തര മന്ത്രി, ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിൽ പല പല ചിന്തകൾ വരും. മനസ്സ് ഇപ്പം ചിന്തിക്കുകയാണ് ഇന്ന് സിനിമയ്ക്ക് പോവാം, അപ്പം നേരെ ബുദ്ധിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പം ബുദ്ധി വരെയാണ് ആലോചിച്ചിട്ട് ശരി വയ്ക്കോ. ബുദ്ധി പറഞ്ഞ കേട്ടിട്ടാണ് പിന്നെ കാല് പോകുന്നത്, കണ്ണ് പോകുന്നത്, വായ പോകുന്നത്. അപ്പോൾ ബുദ്ധി എന്ത് പറയുന്നുവോ അതാണ് ഈ മുഴുവൻ കർമ്മേന്ദ്രിയങ്ങളും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ബുദ്ധിയോട് പറയണം, നിന്നെ ഞാൻ ഇവരുടെ എല്ലാവരുടെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇങ്ങനെ വലിയ മന്ത്രിയാക്കി ഇരുത്തിയിട്ട് നീ എന്നെ ചതിക്കുകയാണല്ലേ, ഇതിനാണോ ഞാൻ നിന്നെ സെലക്ട് ചെയ്ത് ഇത്രയും വലിയ സ്ഥാനത്തിരുത്തിയത്? അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ശ്രീമത്ത് അനുസരിച്ച് നടന്ന് മറ്റ് കർമ്മേന്ദ്രിയങ്ങളിലെയും കൂടി എന്ത് ചെയ്യണം? ശ്രീമത്ത് അനുസരിപ്പിക്കണം. ये है सो परिवर्तन का पुरुषार्थ. तो राजा बनने के लिए हाथ खड़ा किया था, हमको राजा बनना है, तो ये मेहनत कर रहे हैं सभी. ഇതാണ് സ്വപുരുഷാർത്ഥം ചെയ്യാനുള്ള രീതി. രാജാവാകണമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൈ ഉയർത്തിയില്ലേ? എങ്കിൽ ഇതെല്ലാം നമ്മൾ ഈ പരിശ്രമങ്ങളെല്ലാം നമ്മൾ ചെയ്താലേ രാജാവാകാൻ പറ്റൂ. ये है, और ये पुरुषार्थ ब्रह्मा बाबा ने किया, दादियों ने किया, इसीलिए आज इतना महारथी तक पहुंचे, इतना ऊंचा पद प्राप्त किया. ഈ പുരുഷാർത്ഥമാണ് ബ്രഹ്മാബാബ ചെയ്തത്, ദാദിമാര് ചെയ്തത്. അതുകൊണ്ടാണ് അവർ ഇത്രയും ഉയർന്ന നിലയിൽ ഇത്രയും വലിയ സ്ഥിതിയിൽ എത്തിച്ചേർന്നത്. इससे काम क्रोध जो दुश्मन अटैक करते हैं हमारे बॉडी के ऊपर, ये अटैक नहीं करेंगे. इसीलिए हर इंद्रियों की लगाम अपने हाथ में रखो. ऐसे नहीं कि इंद्रिय इधर उधर देखते रहे, लगाम ढीली हो गई तो आपको घोड़ा क्या करेगा? नीचे गिरा देगा, पराजय हो जाएंगे. അതുകൊണ്ട് ഈ പറഞ്ഞ പുരുഷാർത്ഥം നമ്മൾ ചെയ്തില്ല എങ്കിൽ കാമം, ക്രോധം, മോഹം ഇതെല്ലാം നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇന്ദ്രിയങ്ങൾ യഥാർത്ഥത്തിൽ കുതിരകളാണ്. കുതിരയുടെ ലഗാം കടിഞ്ഞാൻ നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പോൾ കുതിരയുടെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലില്ല, കുതിര ഒന്ന് അങ്ങോട്ട് പോകുന്നു ഒന്ന് ഇങ്ങോട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ വഴിയിൽ കിടക്കും, മറിഞ്ഞു കിടക്കും വഴിയിൽ. आज हमारे असफलता का कारण है इंद्रियों की अधीनता. इसीलिए स्वराज्य अधिकारी बनने का पुरुषार्थ करना है. നമ്മളുടെ ജീവിതത്തിൽ സഫലത വരാത്തതിന്റെ കാരണം തന്നെ നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് അധീനമായി ജീവിക്കുന്നത് കൊണ്ടാണ്. ये हो गया सवेरे का दरबार. अब रात को सोने से पहले फिर दरबार लगा दो. അതുകൊണ്ട് സ്വരാജ്യ അധികാരിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. നേരത്തെ പറഞ്ഞത് അമൃതവേള കഴിഞ്ഞിട്ട് 4:45 മുതൽ 5 മണി വരെ കൂടേണ്ട സഭയാണ്. ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അടുത്ത സഭ വിളിച്ചു കൂട്ടണം. रात को 10 बजे सभी इंद्रियों से बातें करो. सबसे पहले बात करो कान से. हे कान, आज तुम्हारा सारा दिन का चार्ट कैसा रहा? तुम्हारा बहुत बहुत धन्यवाद. 7 बजे तुम्हारे द्वारा सवेरे मैंने मुरली सुनी थी, लेकिन 12-1 बजे को एक माता जी आई थी, किसी के परचिंतन की बातें सुना रही थी. तुमने बड़ा नजदीक जाकर सुना था. और क्या हुआ? और क्या हुआ? मैंने उस सीसी कैमरे के रिकॉर्डिंग में देखा है. तो बताओ तुमको क्या सजा दी जाए? രാത്രിയിൽ സംസാരിക്കണം. ആദ്യം ആരെ വിളിക്കണം? കാതിനെ തന്നെ വിളിക്കണം. കാതിൻ്റെ അടുത്ത് പറയണം, ഹേ കാതേ, നിന്റെ ചാർട്ട് ഞാൻ ഇന്നത്തത് പരിശോധിക്കട്ടെ എന്ന്. എന്നിട്ട് പറഞ്ഞാൽ ഇന്ന് നീ ചെയ്ത കുറേ കാര്യങ്ങൾക്ക് നന്ദിയുണ്ട്. രാവിലെ 7 മണിക്ക് കൃത്യം നീ എന്ത് ചെയ്തു? ഈശ്വരീയ മഹാവാക്യം കേട്ടു. പക്ഷെ അതിനുശേഷം ഞാൻ CCTVയിൽ നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്. 10-11 മണിയായപ്പോൾ ഒരു മാതാജി വന്ന് അവരെന്തോ പരദൂഷണം പറഞ്ഞു. അപ്പം നീ പതുക്കെ പതുക്കെ കാതും കൊണ്ട് അങ്ങോട്ട് ചെന്നു. നീ എന്തിനത് കേട്ട്? നീ അതിന് എന്തിന് കേട്ടു? നീ അത് കേട്ടതിന് നിനക്ക് ഞാൻ തക്ക ശിക്ഷ തരുന്നതായിരിക്കും. सजा मतलब ये नहीं कि कैंची लेकर के कान को काट करके फेंक दो. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കത്രിക എടുത്ത് ചെവി കട്ട് ചെയ്ത് കാതങ്ങ് കളയുക, അതല്ല ശിക്ഷ. ये शिक्षा नहीं दो. कौन सी शिक्षा दो? दोबारा मुरली सुनो. हाँ, क्योंकि जिस कान में ज्ञान की कमी है वही परचिंतन की बातें सुन लेते हैं. उसको सजा कौन सी दिया? दोबारा मुरली सुनो. ശിക്ഷ എന്താ കൊടുക്കേണ്ടത്? കാതിനെ ഇരുത്തി മുരളി കേൾപ്പിക്കണം. നേരത്തെ മുരളി കേട്ടിട്ട് ഒന്നും റെഡിയായില്ല, പരചിന്തനത്തിന് പോയി. അതിൻ്റെ ശിക്ഷയായിട്ട് നീ ഒരിക്കൽ കൂടെ ഈ കാത് കൊണ്ടിരുന്ന് എന്ത് കേൾക്കാൻ? മുരളി കേൾക്കാൻ. ഇതാണ് ചെയ്യേണ്ട. കത്രി എടുത്ത് കാത് കട്ട് ചെയ്ത് കളയരുത്. आगे चलो मुख के पास. मुख तुम्हारा चार्ट कैसा रहा? समझो कान ने दरवाजा खोला तो कम से कम अपनी ड्यूटी तो ठीक करनी चाहिए. तुमने अपनी दरवाजा बंद रखना चाहिए था.
तुम नहीं भी बोलो वो बहन जी ऐसे, वो भाई जी ऐसे, उसने ऐसा किया इसलिए तुम्हारे लिए सजा। कौन सी? कल के दिन तुम्हारा कारोबार बंद, मुख मौन है, मुख की सजा। ആ ഇനി അടുത്ത വായനെ വിളിക്കണം. വായൻ്റെ അടുത്ത് പറയണം, നിന്റെ ചാർട്ട് ഞാൻ നോക്കട്ടെ. ശരി, ചെവി അതിന് തോന്നിയ പോലെ ചെയ്ത്, നീയെങ്കിലും നിന്റെ ഡ്യൂട്ടി നോക്കണ്ടേ? നീ എന്ത് ചെയ്തു? ഉടനെ ആ പരദൂഷണം കേട്ടപ്പോൾ ഇരുന്ന് സപ്പോർട്ട് ചെയ്തു. ആ മാതാജി അങ്ങനെ തന്നെ, ആ ബ്രദർ അങ്ങനെ തന്നെ. നീ ഇങ്ങനെ പറഞ്ഞത് കാരണം നിനക്കുള്ള ശിക്ഷ ഇതാണ്. നാളെ നിന്റെ എല്ലാ പരിപാടികളും റദ്ദ്. നാളെ നിനക്ക് വായ തുറക്കാനേ പാടില്ല, മൗനം. മുഖത്തിന് കൊടുക്കേണ്ട ശിക്ഷ എന്താ? വായിക്ക് കൊടുക്കേണ്ട ശിക്ഷ അടച്ചു വെക്കണം, മൗനം പാലിക്കണം. ये है राजा। तो राजा बनना हमें इस इंद्रियों का राजा बनना है, और जो इंद्रियों का राजा संगमिक में बनता है वो भविष्य का राजा बन जाता है. ഇതാണ് രാജാവാകുക എന്ന് പറയുന്നത്. രാജാവാകുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ മേലെ രാജാവാകണം. സംഗമയുഗത്തിൽ ആരാണോ തൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേലെ രാജാവാകുന്നത് അവർ ഭാവിയിൽ രാജ്യാധികാരിയാകും. और जिसकी इंद्रियां अपनी अपनी ड्यूटी एक्यूरेट करती हैं वही भ्रुकुटी के आसन पर बैठ सकता है, निश्चिंत होकर के बैठ सकता है, खुशी से बैठ सकता है. ഏത് ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളാണോ അവരവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നത്, ആ ആത്മാവ് ഒരു ടെൻഷനും ഇല്ലാതെ ഇവിടെ തന്നെ ഇരിക്കും, സന്തോഷത്തോടെ ഇരിക്കും. कोई विकार नहीं आएंगे, कोई बुरे पुराने संस्कार नहीं आएंगे, वो सदा विजयी आत्मा, वो सदा सुखी है. അവർക്ക് ഒരു വികാരങ്ങളും വരില്ല, ഒരു പഴയ സംസ്കാരങ്ങളും വരില്ല. അവർ സദാ വിജയി ആത്മാവായിരിക്കും, സദാ സുഖികളായിരിക്കും. सदा उसके भ्रुकुटी में विजय का तिलक लगा रहेगा, आत्मिक स्मृति रहेगी. സദാ അവരുടെ ഭ്രുകുടിയിൽ വിജയത്തിന്റെ തിലകം, ആത്മസ്മൃതിയുടെ തിലകം ജ്വലിച്ചുകൊണ്ടേയിരിക്കും. क्योंकि राजाओं की भी कुछ निशानी होती है. राजा उसको कहा जाता है जिस शहर में रहता है सब लोग उसका कहना मानते हैं. अगर राजा का कोई कहना नहीं मानता, और राजा किस चीज का राजा का नहीं मानते, राजा उसको फांसी देता है. നമുക്ക് രാജാവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഏത് നാട്ടിലാണോ ഭരിക്കുന്നത് ആ നാട്ടിലുള്ളവർ മുഴുവനും രാജാവ് പറയുന്ന കേൾക്കണം. അല്ല, രാജാവ് പറയുന്നത് ആരും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അയാൾ എന്ത് രാജാവ്? ഇനി ഒരിടത്ത് രാജാവ് പറയുന്നത് ആരെങ്കിലും അനുസരിക്കുന്നില്ലെങ്കിൽ ഉടനെ തന്നെ അയാളെ വല്ല തൂക്കുമരത്തിലും കയറ്റും. तो ऐसे हम इस शरीर रूपी देश में रहते हैं, हर इंद्रिय हमारा कहना माने, नहीं मानते उसको सजा दें, वो है राजा. അതേപോലെ ഞാൻ ആത്മാവ് ഈ ശരീരത്തിൻ്റെ മേലെ രാജാവാണ്. അതുകൊണ്ട് ഈ ശരീരത്തിലെ ഓരോ കർമ്മേന്ദ്രിയങ്ങളും ഞാൻ പറയുന്നത് കേൾക്കണം. ഇനി കേട്ടില്ല എങ്കിൽ തക്കതായ ശിക്ഷയും കൊടുക്കണം. अधीन वाला कभी अधिकारी नहीं बन सकता. അധീനമാകുന്നവർക്ക് ഒരിക്കലും അധികാരിയാകാൻ പറ്റില്ല. दूसरे राजा की निशानी है, राजा दानी होता है, राजा के घर से कोई खाली नहीं जाता. അതുകൊണ്ട് രാജാവിൻ്റെ ഒരു അടയാളമുണ്ട്, രാജാവ് ദാനിയായിരിക്കും. രാജാവിൻ്റെ അടുക്കൽ ആര് വന്നാലും അവർ കാലിയായിട്ട് പോയില്ല. तो आप लोगों ने हाथ खड़ा किया था हम राजा बनने वाले हैं, तो आप इतना दान करते हैं? നിങ്ങൾ കൈപൊക്കിയില്ലേ ഞാൻ രാജാവാകുമെന്ന്? നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ അതുപോലെ ദാനിയാണോ? ദാനം ചെയ്യാറുണ്ടോ? ഇത്രയും ദാനം ചെയ്യാറുണ്ടോ? कोई पड़ोसी ने रोज घंटी बजा करके कहते हैं देवी आओ मुझे दर्शन दो. देवी दो शब्द भी नहीं बोलती उसको. हाँ, कंजूस है. നോക്കൂ, ഇപ്പൊ അയൽപക്കക്കാരൻ ഡെയിലി മണിയടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേവി എനിക്ക് ദർശനം തരണേ, ദർശനം തരണം. ദേവിയാണെങ്കിൽ ഇപ്പുറത്ത് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ കഞ്ചൂസ് ദേവിയാ? यहाँ से कोचिन जा रहे हैं ट्रेन में, बाजू में कोई बैठा, एक शब्द भी नहीं सुनाया, कंजूस है. നമ്മൾ ഇവിടുന്ന് ട്രെയിനും പിടിച്ച് കൊച്ചിയിൽ പോയി. തൊട്ടടുത്ത് കുറെ അജ്ഞാനികൾ ഇരിപ്പുണ്ടായിരുന്നു. വായ തുറന്ന് ഒരു ജ്ഞാനം പോലും അവർക്ക് കൊടുത്തില്ല. അവര് ദാനിയാ? कितना खजाना है. अगर ऐसे स्थूल नहीं सुना सकते, मनसा से दो. बाबा इस आत्मा का कल्याण करना, देने के संस्कार चाहिए. जो देता है वो देवता है, जो देता नहीं देवता कैसा बनेगा? നിങ്ങളുടെ അടുക്കൽ എത്ര ഖജനാവുണ്ട്. നിങ്ങൾക്ക് വായ തുറന്ന് ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സാ സേവനം ചെയ്യും. നിങ്ങൾ പറയും ബാബ ഈ ആത്മാവിൻ്റെ മംഗളം ഉണ്ടാകട്ടെ എന്ന്. ആരാണോ കൊടുക്കുന്നതിൻ്റെ സംസ്കാരം ഉള്ളത് അവരാണ് ദേവതയാകുന്നത്. കൊടുക്കാത്തവരൊരിക്കലും ദേവതയാകില്ല. इसलिए जो जो चीज देता है वही चीज उसको. कहीं को क्या लगता है ब्रह्मा कुमारी में आए हमें सब कुछ मिलने वाला है, ये हमारी गलत फहमी है. അതുകൊണ്ട് ആര് എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അവർക്കത് തിരിച്ചു കിട്ടും. ചിലർ ചിന്തിക്കുന്നത് എന്താ, ഞാൻ ബ്രഹ്മകുമാരീസിൽ വന്നു ഇനി എല്ലാം എനിക്ക് കിട്ടണം. ഇത് തെറ്റായ ചിന്തയാണ്. एक स्टोरी सुनाता हूँ. एक बहुत ही
वो शादी से पहले बहुत दान पुण्य करते हैं, लेकिन जब उसकी शादी हुई दान पुण्य नहीं करती। उसकी शादी एक सेठ जी के घर में हुई थी। वो थे सेठ जी, लेकिन थे कंजूस, कभी कुछ देते नहीं हैं। तो एक दिन वो महल के बाहर बैठे थे, ससुर बैठा था, सास बैठी थी, बहू बैठी थी। इतने में एक सन्यासी आया, कहा कि मुझे भिक्षा चाहिए। वो बहू क्या बोलते, मैं खुद बासी खाती और भूखी सोती हूँ, तुमको कहाँ से दूं? सास को तो बड़ा गुस्सा आया। ഒരു കഥ പറയാവേ. അതായത് ഒരു പെൺകുട്ടി കല്യാണത്തിന് മുമ്പ് ഒരുപാട് ദാനപുണ്യം ചെയ്യുമായിരുന്നു, കല്യാണത്തിന് ശേഷം ഒന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഒരു വലിയ വീട്ടിലാണ് കല്യാണം കഴിച്ചു വന്നത്, ഒരു കൊട്ടാരം പോലത്തെ വീട്. അപ്പോൾ ഒരു ദിവസം അമ്മായി അമ്മാവനും ഈ പെൺകുട്ടി എല്ലാവരും കൂടെ ഇങ്ങനെ വീട്ടിൻ്റെ വെളിയിലിരിക്കുമ്പോൾ ഒരു സന്യാസി വന്നു. സന്യാസി വന്നിട്ട് ഭിക്ഷ ചോദിച്ചു. അപ്പോൾ ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞു. ഉടനെ ആ അമ്മായിക്ക് ഭയങ്കര ദേഷ്യമായി. तो सास को तो बड़ा गुस्सा आया, इसीलिए सन्यासी था, कुछ बोला नहीं। दोबारा उसने कहा कि मुझे भिक्षा चाहिए। दोबारा बहू कहते, सुना नहीं तुमने, मैं खुद बासी खाती और भूखा से दूं, तुमको कहाँ से दूं? सन्यासी चला गया। सास उठती, उस बहू को 2 थप्पड़ लगा दी। कहते, तुमको कब मैंने बासी खिलाया, कब भूखा सुलाया? അപ്പോൾ ഈ സന്യാസി ആദ്യം ഭിക്ഷ ചോദിച്ചിട്ട് കൊടുത്തില്ലല്ലോ. ഇവർ പറഞ്ഞു എനിക്കേ ഒന്നുമില്ല, ഞാൻ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് തരാനാ എന്ന് ഈ മരുമകൾ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ രണ്ടാമതും സന്യാസി ചോദിച്ചു. അപ്പോൾ ഉടനെ ഈ പെൺകുട്ടി പറഞ്ഞു, നിങ്ങളെന്താ പറഞ്ഞ കേട്ടില്ലേ, ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഈ ഇവരെ പറഞ്ഞു വിട്ടു. तो बहुत धीरे से बोलते हैं, आज मेरी शादी सेठ जी की घर में हुई है, ये तो मेरे पिछले जन्म के पुण्य का फल है, इसीलिए मैंने कहा मैं बासी खाती हूँ। अच्छा ठीक है, भूखा कैसी सोती हूँ? कहते आज आप अगले जन्म के लिए मुझे कुछ करने नहीं दे रहे, इसीलिए मैंने कहा मैं भूखी सोती हूँ। तब उसको लगा बात तो सही है, तो कहते ठीक है, घोड़े के लिए जो चने पैसे उसको दिया करो। അതായത് ഈ മരുമകൾ കൊടുക്കാന്നാണ് പറഞ്ഞത്, കഥ തിരിച്ചാണ്, കഥ മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ അമ്മാവനാണ് പറഞ്ഞത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കൊടുക്കരുതെന്ന്. കൊടുക്കാന്ന് പറഞ്ഞതിന് അമ്മാവൻ മരുമകളെ എന്ത് ചെയ്തു, വഴക്ക് പറഞ്ഞു. എന്നിട്ട് സന്യാസി ഒന്നും വാങ്ങാതെ അങ്ങ് പോയി. അപ്പോൾ ഉടനെ ഈ മരുമകൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ജന്മം പുണ്യം ചെയ്തത് കൊണ്ടാണ് ഈ ജന്മത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് മരുമകളാകാൻ സാധിച്ചത്. അപ്പോൾ ഈ ജന്മത്തിൽ ഞാൻ പുണ്യം ചെയ്തില്ല എങ്കിൽ അടുത്ത ജന്മം എൻ്റെത് എങ്ങനെയായി പോവും എന്ന് മരുമകൾ അങ്ങോട്ട് ചോദിച്ചു. അപ്പം നമ്മൾ പുണ്യം ചെയ്യണോ വേണ്ടേ എന്ന് മരുമകൾ അങ്ങോട്ട് ചോദിക്കായിരുന്നു അമ്മാവൻ്റെ അടുത്ത്. इसी तरह कई हम बासी खा करके भूखा तो नहीं सो रहे, आज इतना हम ज्ञान में चल रहे, इतनी पालना मिल रहे, मधुवंशी इतनी अच्छी पॉइंट्स आ रहे, मुरली आ रहे, इतनी पालना, ये कौन से कर्मों का फल है? 63 जन्मों में दर बदर में भटके थे, भक्ति की थी, व्रत किया था, उपवास किया था, उसका फल है हम ये पालना मिल रहे। तो कौन सा खा रहे हैं? बासी खा रहे हैं। लेकिन आज बीके बन करके मैंने कुछ किया ही नहीं, तन से सेवा नहीं की, धन से सेवा नहीं की, अगले जन्म के लिए भूखे सो रहे हैं। इसलिए बासी खा करके भूखा नहीं सोना है। അതുകൊണ്ട് നോക്കണം, നമ്മളിപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മളാരും വിശന്ന് പൊരിഞ്ഞ് മരിച്ചല്ലല്ലോ ജീവിക്കുന്നത്. നമുക്ക് എത്ര പാലനയാണ് മധുബനിൽ നിന്ന് കിട്ടുന്നത്, എത്ര ക്ലാസ്സുകളാണ്, എത്ര മുരളി ബാബ നമുക്ക് തരുന്നു, എത്ര പാലനയാണ് തരുന്നത്. ഇതെന്തിൻ്റെ ഫലമാണ്? നമ്മൾ 63 ജന്മം ചെയ്ത ഭക്തിയുടെ ഫലമാണ്. നമ്മൾ എത്ര വ്രതം പിടിച്ച്, എത്ര തീർത്ഥാടനങ്ങൾക്ക് പോയി, എന്തുമാത്രം നമ്മൾ ഭക്തിയിൽ കഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും പാലന ബാബയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് നമ്മൾ ഈ ജന്മം സേവനം ചെയ്തില്ല എങ്കിലോ, നമ്മൾ ജ്ഞാനത്തിൻ്റെ സേവനം ചെയ്യുന്നില്ല, മനസ്സിൻ്റെ സേവനം ചെയ്യുന്നില്ല, ധനത്തിൻ്റെ സേവനം ചെയ്തില്ല എങ്കിൽ നമ്മളുടെ അടുത്ത ജന്മം എങ്ങനെയായിരിക്കും? अगर तन तंदुरुस्त चाहिए, तन से सेवा करो। कभी टाइम है यहाँ आकर के सेंटर की सेवा करो, कर्मना सेवा करो, तन आपका अच्छा मिलेगा। अगर धन चाहिए, धन से सेवा करो। अगर आपको व्हीकल चाहिए, गाड़ी चाहिए, अगर आपके पास कोई गाड़ी है कभी सेवा में लगा दो। अगर आपके पास बड़ा सा मकान है, सेंटर खोलो। आपको कोई जन्म में मकानों की कमी, जो इस यज्ञ में सेवा करेगा वही चीज उसको मिलेगी। ഇപ്പം നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ ശരീരം കൊണ്ട് സേവനം ചെയ്യണം. നിങ്ങൾക്ക് എന്ത് വേണമോ അതുകൊണ്ട് നിങ്ങൾ സേവനം ചെയ്യണം. നിങ്ങൾക്ക് ധനം വേണമെങ്കിൽ ധനം കൊണ്ട് സേവനം ചെയ്യണം. ഇനി നിങ്ങൾക്ക് വണ്ടി വേണോ, നിങ്ങളുടെ അടുക്കൽ വണ്ടി ഉണ്ടെങ്കിൽ അത് സേവനത്തിൽ ഉപയോഗിക്കണം. നിങ്ങളുടെ പക്കൽ വലിയ വീടുണ്ടെന്ന് വെച്ചോളൂ, നിങ്ങളത് ബാബയുടെ സേവനത്തിന് ഉപയോഗിക്കണം. അങ്ങനെ ബാബയ്ക്ക് വേണ്ടി ആരാണോ വീട് കൊടുക്കുന്നത് അവർക്ക് ഒരു ജന്മത്തിൽ പോലും വീടിന് ഒരു കുറവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് സേവനം ഈ ജന്മത്തിൽ ചെയ്യുന്നുവോ
അത് നിങ്ങൾക്ക് അനേകം അനേകം ജന്മങ്ങളിൽ തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കും. आगे चल करके बाबा की प्रत्यक्षता हो रहे, बड़े बड़े लोग ज्ञान में चल रहे. द्रौपदी मुर्मू जैसी राष्ट्रपति जी ज्ञान में चल रहे. आजकल गीता के भगवान कौन है सिद्ध होते जा रहे हैं. लोगों को पता चलेगा भगवान इस धरती पर आया. ज्ञान, कोई कहेगा हमारा प्लॉट ले लो, कोई कहेगा हमारा जमीन ले लो, लेकिन मधुबन से डायरेक्शन आएगा, कोई किसी का लेना नहीं है. अभी हमें चांस है, आगे चल करके कुछ नहीं कर सकेंगे. इसलिए जो करना है अब कर लो. നോക്കൂ, ഇനി മുമ്പോട്ട് പോകുമ്പോൾ വലിയ വലിയ ആളുകൾ വരാൻ തുടങ്ങും ജ്ഞാനത്തിൽ. ഒരുപാട് വലിയ സമ്പന്നർ. ഇപ്പം തന്നെ നോക്കണം, നമ്മളുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുജിയെ പോലുള്ള രാഷ്ട്രപതി വരെ ജ്ഞാനത്തിലുണ്ടെന്ന്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് വലിയ ആളുകൾ വരും. അവർ പറയും എൻ്റെ വീട് ബാബയ്ക്ക് വേണ്ടി എടുത്തോ, എൻ്റെ സ്ഥലം ബാബയ്ക്ക് വേണ്ടി എടുത്തോ, എൻ്റെ ഇന്നതെടുത്തോ. പക്ഷേ അപ്പോഴേക്കും മധുബനിൽ നിന്ന് ഡയറക്ഷൻ വരും, ആരുടെയും ഒന്നും നമ്മൾ വാങ്ങാൻ പാടില്ല എന്നുള്ള വളരെ കടുത്ത നിയമം വരും. അപ്പം ഇപ്പോഴും അതില്ല. അപ്പം ഇപ്പോഴും നമുക്ക് സേവനം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. जैसे 1500 की नोटा बंद हो गई, उसी समय सारे लोग ला करके भंडारी में भरना शुरू किया. ले सकते थे, 3 महीना तो चेंज कर सकते थे, लेकिन मधुबन से डायरेक्शन आया भंडारी पर लिखो, कोई भी 1000 और 500 की नोटा ना डाले. अब पहले डालने के लिए बोलते थे तो हाथ थर थर कांपता था, डालूं ना डालूं. 1000 की और 500 की जब बंद हो गए तो डालना शुरू किया. इसी तरह आगे चल करके जब बाबा की प्रत्यक्षता होगी, लोग कहेंगे हमारा प्लॉट ले लो, कोई कहेगा हमारा जमीन ले लो. मधुबन से डायरेक्शन आएगा, बाहर लिखो, यहाँ किसी का कुछ भी नहीं चाहिए, जो करना अब कर लो. ഇപ്പം ഈ 500-ന്റെ 1000-ന്റെ നോട്ട് നിരോധിച്ച സമയത്ത് ബാബയുടെ കുട്ടികൾ എന്ത് ചെയ്തെന്നറിയാം? അവർ വിചാരിച്ച് ഇതെല്ലാം കൊണ്ട് ഭണ്ഡാരത്തിലിടാന്ന്. അപ്പോഴേക്കും മധുബനിൽ നിന്ന് ഡയറക്ഷൻ വന്ന് എല്ലാ സെൻറ്ററുകളിലും ഭണ്ഡാരത്തിൻ്റെ മേലെ എഴുതി ഒട്ടിക്കണം, 500-ന്റെ 1000-ന്റെ നോട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പാടില്ല എന്ന്. അപ്പോൾ അഥവാ അന്ന് മധുബൻ പറയായിരുന്നു, ആ 500-ന്റെ 1000-ന്റെ നോട്ട് സെൻറ്ററിൽ എടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലോ എല്ലാവരും കൂടെ അത് സെൻറ്ററിൽ കൊണ്ടുവന്നേനെ. പക്ഷെ മധുബൻ അപ്പോഴേക്കും അത് നിരോധിച്ചു. ഇനി മുന്നോട്ട് പോകുമ്പോൾ ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകും. ആ സമയത്ത് ഇഷ്ടം പോലെ ആളുകൾ അവരുടെ മുഴുവൻ സ്വത്തും ബാബയ്ക്ക് തരാൻ വേണ്ടി വരും. അപ്പോഴേക്കും മധുബനിൽ നിന്ന് കടുത്ത നിയമം വരും, ഒരു കാരണവശാലും ഇതൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാനുള്ള സമയമുണ്ട്, ഇപ്പോൾ ചെയ്താൽ ചെയ്യാം. तीसरा राजा की निशानी है, राजा शिकार करता है. जो शिकार करता है उसको राजा कहेंगे. अगर आप शिकार नहीं करते, आप कोई भी जन्म में राजा नहीं बन सकते. ഇനി രാജാവിൻ്റെ അടുത്ത ലക്ഷണം എന്ന് പറയുന്നത്, രാജാവ് വേട്ട ചെയ്യുന്ന ആളാണ്. വേട്ട ചെയ്യുന്ന ആളാണ്. വേട്ടയ്ക്ക് പോവാത്ത ഒരാളിനെ ഒരിക്കലും രാജാവെന്ന് പറയില്ല. നിങ്ങൾക്ക് വേട്ട ചെയ്യാൻ അറിയോ? വേട്ടയ്ക്ക് പോകാൻ അറിയോ? पहले कहानी आती थी, एक राजा था शिकार करने के लिए. और राजा शिकार किसकी करता है? शेर की. ऐसे नहीं कि कोई चूहा को मार करके घुमा चला. लोग तो हंसेंगे, अरे राजा चूहा मार दिया. इसी तरह आप लोगों ने हाथ खड़ा के नाम राजा बनने वाले हैं तो शिकार करते हैं. और केरल में तो बहुत बड़ा जंगल है, और आप तो त्रिवेंद्रम राजधानी में रहते हैं. यहाँ बहुत सारे VIPs हैं, अच्छे अच्छे शेर हैं. शिकार करो. വേട്ടയ്ക്ക് പോകുന്ന പറഞ്ഞാൽ എന്താ? പണ്ട് കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ, രാജാവ് കാട്ടിൽ വേട്ടയ്ക്ക് പോയി പുലിയെ പിടിച്ചോണ്ട് വന്നെന്ന്. അതോ ഏതെങ്കിലും കഥയിൽ പറയൂ രാജാവ് കാട്ടിൽ വേട്ടയ്ക്ക് പോയി എലിയേം പിടിച്ചോണ്ട് വന്നെന്ന്? ഒരു രാജാവ് കാട്ടിൽ പോയിട്ട് എലിയേം പിടിച്ചോണ്ട് വന്നിട്ട് നാട് മുഴുവനും കറങ്ങി പറയണം ഞാൻ എലിയെ പിടിച്ചതെന്ന്. അപ്പോൾ ആളുകൾ എന്ത് പറയും? നിങ്ങളെല്ലാവരും കൈപൊക്കിയില്ലേ ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞിട്ട്. ഈ കേരളത്തിൽ എത്ര കാടാ ഉള്ളത്? കാടെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാടല്ല കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രം പോലുള്ള ക്യാപിറ്റലിലാണ് ഇരിക്കുന്നത്. ഇവിടെ എത്ര VIPകൾ നമുക്ക് വേട്ടയ്ക്കുണ്ട്. നിങ്ങൾ എത്ര പേരെ വേട്ട നടത്തി പിടിച്ച് എത്ര VIPകളെ കൊണ്ടുവന്നിവിടെ. कोई 2-4 दिन के बाद मरने वाले बुढ़िया को ज्ञान सुना क्या है, वो चूहा बिल्ली हो गया. एक आने के बाद 10 लोग आ जाए यहाँ, वो है शेर की शिकार. ഇനി 2-3 വർഷം കഴിഞ്ഞ് മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് പോയി ജ്ഞാനം കൊടുത്ത്, അതാണ് എലിയെ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ. അതല്ല ചെയ്യേണ്ടത്. ഒരാൾ ജ്ഞാനത്തിൽ വന്നാൽ അയാളുടെ പുറകെ 10 പേര് താനെ വരണം. അതാണ് സിംഹത്തിനെ വേട്ടയാടി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ. तो आप लोगों ने हाथ खड़ा किया था, हम राजा बनने वाले हैं. तो शिकार किसने किसने किया है बताओ, हाथ खड़ा करो जिसने നിങ്ങൾ शिकार കൈ किया. ഉയർത്തിയില്ലേ ഞാൻ രാജാവാകുമെന്ന്? നിങ്ങളിൽ എത്ര പേര് വേട്ട നടത്തിയിട്ടുണ്ട്? അങ്ങനെ വേട്ടയ്ക്ക് പോയി VIPകളെ കൊണ്ടുവന്നൊരു കൈ ഉയർത്തിയ സിസ്റ്റർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. इतने लोगों को ज्ञान में चलाया और इतने ज्ञान में चल रहे हैं. तो जब प्रजा ही नहीं बनाए तो राज्य कैसे करेंगे? ഞാൻ
അപ്പോൾ ഇത്രയും പേരെ ജ്ഞാനത്തിൽ കൊണ്ടുവന്നു, ഇപ്പോഴിത്രയും പേര് അവർ കാരണം ജ്ഞാനത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രജകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളവരെ രാജാവാകൂ. ഒരു പ്രജ പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെ രാജാവാകാനാ? किसने किसने शिकार के हाथ खड़ा करो, 2-4 लोगों को, ये माता को मैंने ज्ञान सुनाया, रोज डेली आ रहे हैं, ऐसे कौन कौन शिकार के हाथ खड़ा करो. വേട്ട ഇവിടെ ആരെങ്കിലും ജ്ഞാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, വേട്ട നടത്തി ആരെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളവരുണ്ടെങ്കിൽ, ഞാനാണ് ദാ ഈ മാതാജിനെ ജ്ഞാനത്തിൽ കൊണ്ടുവന്നത് എന്ന് പറയാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാൻ. 2-4 बस. और वो भी प्रजा कितनी, 2 या 3 के ऊपर राज्य करेंगे. ശരി, എത്ര പേരെ കൊണ്ടുവന്നു, എത്ര പ്രജകളായി? 3 പ്രജകളെയും വെച്ചോണ്ട് ഏത് രാജ്യത്തിൽ രാജ്യം ഭരിക്കാനാ? मुझे तो शिकार करने का बहुत शौक है. मैं भारत में कोने कोने में चला जाता हूँ कहीं ना कहीं, और एक टूर में करीबन 10-20 शेर तो मर ही जाते हैं. അതായത് ബൈജി പറയാണ്, എനിക്ക് വേട്ടയാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭാരതത്തിൻ്റെ ഓരോ മൂലയിലും പോയിട്ട് വേട്ട നടത്താറുണ്ടെന്ന്. ഇഷ്ടം പോലെ ആളുകൾ അങ്ങനെ വേട്ടയാടിയിട്ട് ബാബയുടെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. इसलिए महीने में एक को बीके जरूर बनाओ. इस भट्टी से कुछ करके जाना है. इस 2024 का लक्ष्य रखो. क्या? एक महीने में एक को बीके जरूर बनाना है. शिकार जरूर करनी. അതുകൊണ്ട് ഈ ഭട്ടിയിൽ ഒരു ലക്ഷ്യം വെച്ചിട്ട് പോകണം. മാസത്തിൽ ഒരു വേട്ടയെങ്കിലും നടത്തണം. ഒരാളെ ബീക്കിയാക്കി മാറ്റണം. 2024 ഒരു മാസം ഒരു വേട്ട, ഒരാളെ ഇര പിടിച്ചുകൊണ്ട് വരണം. ഈ ഭട്ടി കഴിഞ്ഞു പോകുമ്പോൾ ഈ ലക്ഷ്യം കൊണ്ടാണ് പോകേണ്ടത്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? 12 महीने के 12 बीके हो जाएंगे तो कितना बीके बढ़ जाएंगे, तो जरूर लक्ष्य रखना है. അപ്പോൾ 12 മാസമായപ്പോൾ എത്ര ബീക്കയായി? 12 ബീക്കി. നിങ്ങൾ എല്ലാവരും കൂടി 12 മാസം 12 ബീക്കെ കൊണ്ടുവന്നാൽ എത്ര ബീക്കയായി? അതുകൊണ്ട് ഈ ലക്ഷ്യം ഉറപ്പായിട്ടും വെക്കണം. कई कहते हैं भाई जी सुनते ही नहीं है, हम बहुत सुनाते हैं. इसका मतलब आपके जो ज्ञान के तीर हैं उसके अंदर धार नहीं है, आपके खुद जीवन में आचरण में नहीं है, इसलिए कोई नहीं सुनेगा. इसलिए पहले आचरण में लाओ, खुद योग का धार लगाओ, तब जाकर सुनेंगे. പലരും പറയാറുണ്ട്, ഭായിജി ഞാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ കയ്യിൽ ജ്ഞാനത്തിൻ്റെ അമ്പുണ്ട്, പക്ഷെ അതിന് മൂർച്ചയില്ല. എന്തുകൊണ്ട്? ആദ്യം സ്വയം ജീവിതത്തിൽ ധാരണ ചെയ്തിട്ട് നമ്മൾ പകർത്തിയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ജ്ഞാനത്തിൻ്റെ അമ്പിന് മൂർച്ച വരുന്നത്. कई कहते भाई जी सुनते, चलो सुनता नहीं तो कम से कम उस शेर को जाली में तो फंसाओ. हर जगह पर जालियां बनाकर, सेंटर क्या है? जाली है. तो कम से कम उसको मीठा मीठा बोल करके जाली में फंसाओ. मारने का काम बहने कर ही देगी, लेकिन जिसने यहाँ तक लाया आधी दुआ उसको भी मिलेगी. तो कम से कम शेर को जाली में फंसाने का काम करना है. ചിലപ്പോൾ നമ്മൾ പറയും, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന്. ശരി, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ അവർ വലയിൽ കൊണ്ടിട്. സെൻറ്ററാണ് വല. നിങ്ങൾ എങ്ങനെയെങ്കിലും തള്ളി അവരെ സെൻറ്ററിൽ വലയ്ക്കകത്താക്കി കഴിഞ്ഞാൽ ബാക്കി സിസ്റ്റർമാർ നോക്കിക്കോളും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കുറഞ്ഞത് ഏതെങ്കിലും ഒരു സിംഹത്തിനെ കൊണ്ടുവന്ന് സെൻറ്ററാകുന്ന വലയിൽ കൊണ്ട് തള്ളി അങ്ങ് ഇടണം. ബാക്കി കാര്യം അവിടെ ഉള്ളവർ നോക്കിക്കോളും. जिसलिए जाली में तो फंसाने का काम तो कर सकते हैं, उसको मीठा मीठा बोल करके यहाँ लेके आओ. लेकिन याद रखना, शेर की शिकार बड़ी सावधानी से की जाती है. कई बार ऐसा भी आता है, कोई शेर के शिकारने के लिए गया था और शेर ने उसको फाड़ के रख दिया. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല മധുര വർത്തമാനം പറഞ്ഞ് വലയിലാക്കണം, അവരെ സെൻറ്ററിൽ കൊണ്ടുവരണം എന്നാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സിംഹത്തിനെ പിടിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം പോകാൻ. അങ്ങനെയും കഥകളിൽ പറയുന്നുണ്ട്, സിംഹത്തിനെ വേട്ടയാടാൻ പോയി അവസാനം സിംഹം അവരെ പിച്ച് ചീന്തിയതായിട്ടും പറയുന്നുണ്ട്. कई बार हम लोग जा करके सुनाएंगे, आजकल हम ब्रह्मा कुमारी में जाते हैं, बड़ा अच्छा ज्ञान है, सतयुग आने वाला है, आप भी आओ करा. अच्छा, अभी फंस गए क्या? अरे वहाँ ब्रह्मचारी रहते हैं, बाहर का खाना नहीं खाते, फैशन नहीं करते, ये कोई जीवन है क्या? किसने आपको भरमाया? छोड़ो बस. ओम शांति. कल से खुद ही आना बंद कर दिया. शेर ने उसको फाड़ दिया. ചിലപ്പം ഇതുപോലെ സംഭവിക്കാറുണ്ട്. നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് പോയി പറയണം, ഞാനേ ബ്രഹ്മകുമാരിസി പോകുന്നുണ്ട്, നല്ല ജ്ഞാനമാണ്, അവിടെ സത്യയോഗമൊക്കെ വരാൻ പോവാണ്, നിങ്ങളും കൂടെ വാന്ന്. അപ്പോൾ അവർ, ആഹാ, നിങ്ങൾ അവിടെ പോകുന്നു, ഇത് ആര് കൊണ്ട് തള്ളിയിട്ടത് നിങ്ങളെ? അവിടെ ബ്രഹ്മചര്യം പാലിക്കണം, മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, ഫാഷനബിളായിട്ട് നടക്കാൻ പറ്റില്ല, ഇതൊക്കെ ഒരു ജീവിതമാണോ എന്ന് പറയുന്നത്? ആഹാ, ഓം ശാന്തി, തീർന്ന്. നാളെ മുതൽ അയാൾ പറയുന്ന കേട്ടോട്ട് അങ്ങോട്ടങ്ങ് പോകും. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. इसीलिए पहले खुद पक्के बनो और शिकार करने के लिए ढाल तलवार सब लेके जाते हैं. आप भी तलवार लेके जाओ, ढाल, ड्रामा की ढाल. अगर कोई नहीं सुनता
तो ढाल को सामने लगाओ, ये हमारे कुल का नहीं, हमारे देवी कुल का नहीं करके अपने आप बचा करके वापस आ जाओ. शिकार करने का शौक चाहिए. ആദ്യം വേട്ടയാടാൻ പഠിക്കണം. അവിടെ പോയിട്ട് അവർ നമ്മളെ വേട്ടയാക്കി വിടരുത്. വേട്ടയാടാൻ പോകുമ്പോൾ വാളും പരിചയമായിട്ട് പോകണം. നമ്മൾ വാള് പ്രയോഗിച്ചു, അവർ കേൾക്കുന്നില്ല എങ്കിൽ പരിചയ വെച്ച് പിടിക്കണം. ചിലപ്പോൾ ഇവർ നമ്മളുടെ ദേവത കുടത്തിലുള്ളതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ഇവർ ജ്ഞാനം കേൾക്കാത്തത് എന്ന് പറഞ്ഞ് പരിചയ വെച്ച് അത് തടഞ്ഞ് രക്ഷപ്പെടാനുള്ള മാർഗവും കൂടെ പഠിച്ചിട്ടേ വേട്ടയ്ക്ക് പോവാവൂ. लास्ट के एक बात सुना करके पूरा करेंगे, फिर हमको योग भी करना है. अगर राजा बनना है, फलों का राजा किसको बोलते हैं? രാജാവാകണമെങ്കിൽ എന്ത് ചെയ്യണം? फलों का राजा कौन है? नारियल. नारियल है फलों का राजा. वैसे तो बोलना चाहिए आम को फलों का राजा बोलना चाहिए, लेकिन अपना नारियल फलों का राजा नहीं है, फलों का राजा आम है. वैसे तो बोलना चाहिए नारियल को फलों का राजा, लेकिन नारियल को नहीं बोलते, आम को फलों का राजा बना. क्यों? പഴങ്ങളുടെ രാജാവ് ആരാ? പഴങ്ങളുടെ രാജാവ് മാങ്ങയാണ്. അതറിയില്ലായിരുന്നോ? പഴങ്ങളുടെ രാജാവ് മാങ്ങയാണ്. ശരിക്കും തേങ്ങയാണ് പറയേണ്ടത് പഴങ്ങളുടെ രാജാവെന്ന്. പക്ഷെ തേങ്ങ ഒരിക്കലും പഴങ്ങളുടെ രാജാവെന്ന് പറയില്ല, മാങ്ങയെ പറയൂ. എന്താ കാരണം? തേങ്ങ क्योंकि आम के साथ प्यार होता है, नारियल के साथ इतना प्यार नहीं होता. കാരണം മാങ്ങ എന്ന് പറയുമ്പം നല്ല സ്നേഹമുള്ള ഒരു പഴമാണ്. തേങ്ങ എന്ന് പറഞ്ഞാലോ क्योंकि आम का जब सीजन आता है, आम को लेकर के मुंह में लेकर चूसते रहेंगे, निकालते रहेंगे, डालते रहेंगे, मुंह में चूसेंगे. और सूखा नारियल लेकर चूसो, 32 दांत है वो भी टूटेगा, मिलेगा कुछ भी नहीं. മാങ്ങ സീസൺ വരുമ്പോൾ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ട് നമുക്ക് വായിൽ വെച്ച് തന്നെ കടിച്ച് തിന്നാൻ പറ്റും അല്ലേ? മാങ്ങ കടിക്കുന്നു തിന്നുന്നു, കടിക്കുന്നു തിന്നുന്നു. തേങ്ങ എടുത്ത് കടിച്ചാൽ പല്ലും പോവും, എല്ലാം പോവും. और फलों का राजा आम इसीलिए बोलते हैं क्योंकि कोई व्यक्ति थक जाता है, परेशान हो जाता है, आम के नीचे जाकर सोएगा, उसकी थकान मिट जाएगी, रिफ्रेश हो जाएगा. अगर कोई नारियल के नीचे जाकर सोएगा तो छाया तो छोड़ो, नारियल टूट करके सिर भी तोड़ देगा उसका, सोने वाला का, और कब गिर जाता है पता नहीं चलता. അടുത്തത് എന്തുകൊണ്ടാണ് മാങ്ങയെ പഴങ്ങളുടെ രാജാവെന്ന് പറയുന്നത്? ഒരാൾ ഭയങ്കര ക്ഷീണിച്ച് തളർന്നു വന്ന് ഒരു മാവിൻ്റെ ചോട്ടിലിരുന്നാലോ, ആ തണലേറ്റ് അയാൾ അവിടെ നല്ല ആശ്വാസത്തോടെ ഇരുന്ന് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോവും. ഇനി തെങ്ങിൻ്റെ മൂട്ടിലാണ് വന്നിരിക്കുന്നതെങ്കിലോ വെയിലും കിട്ടില്ല, ഇനി തേങ്ങെങ്ങാനും വീണ് തലയിൽ വീണാൽ പണിയും തീർന്ന്. अगर दुनिया से कोई थक के समस्या लेकर के आपके संपर्क में आया और यहाँ की कोई उल्टी सुल्टी बात करनी, यहाँ भी जो पैसे देते हो उसको आगे करते हैं, यहाँ के भाई बहन में कुछ नहीं, इतना धारणा थोड़ी है, यहाँ की उल्टी सुल्टी बात सुनाई, वो आया था शांति के लिए, दिमाग खराब करके गया. वो कभी राजा नहीं बन सकता. राजा बनने के लिए दूसरे का दुख हारो, दूसरे की परेशानी को मिटाओ, वो है राजा. നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഭയങ്കര ദുഃഖിച്ച് ടെൻഷനോടെ വരികയാണ്, അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഇവിടെ വരല്ലേ, ഇവിടെ വന്നതിന് ശേഷമുള്ള പൈസ മൊത്തം പിടിച്ച് വാങ്ങി, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വന്ന ആളിനെ കൂടുതൽ ടെൻഷനാക്കി നിങ്ങൾ തിരിച്ചു വിട്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ രാജാവാകും? രാജാവാകുന്നത് ആരാണോ ദുഃഖത്തോടു കൂടി കഷ്ടപ്പാടോടു കൂടി നമ്മളുടെ അടുക്കൽ വരുന്നത്, അവർ നമ്മളിൽ നിന്ന് നല്ല സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവം എടുത്തിട്ട് പോകണം, അവരെ രാജാവാകൂ. आम फलों का राजा इसीलिए है, आम ऊपर से नरम है, सॉफ्ट है, और अंदर से उसकी गुठली कड़क है. इसी तरह नारियल कैसा होता है, ऊपर से कड़क है और अंदर से नरम है. जो ऊपर से कहता है मैं कहता ऐसा करो ये करो, दूसरों को तो कहेगा, खुद कुछ नहीं करेगा, वो राजा नहीं है. राजा बनने के लिए आम बनो, नारियल मत बनो. എന്തുകൊണ്ടാണ് മാങ്ങയെ രാജാവെന്ന് പറയുന്നത്? കാരണം മാങ്ങ പുറമേ നല്ല സോഫ്റ്റാണ്, പക്ഷെ മാങ്ങയുടെ അകത്തുള്ള വിത്തോ അത് നല്ല കട്ടിയുള്ളതാണ്. തേങ്ങയാണെങ്കിലോ പുറമേ ഭയങ്കര കട്ടിയാണ്. ബാക്കിയുള്ളവരടുത്തൊക്കെ പറയും അങ്ങനെ ചെയ്യുക കേട്ടോ, ഇങ്ങനെ ചെയ്യുന്ന പറയും, പക്ഷെ സ്വയം ഒന്നും ചെയ്യില്ല. അങ്ങനെ സ്വയം ഒന്നും ചെയ്യാത്തൊരാൾ ഒരിക്കലും രാജാവാകില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും തേങ്ങയാകരുത്, മാങ്ങ തന്നെ ആകണം. और फलों का राजा आम इसीलिए कहते हैं, आम को जो फल लगता है झुकता है, नारियल को फल लगता है तो बहुत ऊंचाई पर जाता है. ഇനി എന്തുകൊണ്ടാണ് മാങ്ങയെ രാജാവെന്ന് പറയുന്നത്? മാവില് മാങ്ങ നിറയുമ്പോൾ മാവ് താനെ കുനിയും, തെങ്ങിൽ തേങ്ങ പറിക്കാൻ മോളിൽ കയറണം. इसी तरह जिसके अंदर विशेषता ज्ञान में चलने के बाद आई, कला आई, अभिमान आया, अभिमान वाला कभी राजा नहीं बन सकता.
ये नारियल है अभिमान का प्रतीक और आम है नम्रता का प्रतीक। जो नम्रचित है वो है राजा। ഇപ്പോൾ ഒരാൾ ജ്ഞാനത്തിൽ വന്നു, അയാൾക്ക് വിശേഷത വന്നു, അത് സേവനത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾക്ക് അഭിമാനം വന്നു, എനിക്ക് ഭയങ്കര വിശേഷതയാണ്, എങ്കിൽ അയാൾ ഒരു തേങ്ങയാണ്. അഭിമാനം വന്നെന്ന് പറഞ്ഞാൽ അർത്ഥം തേങ്ങ. തേങ്ങ ഒരിക്കലും രാജാവാകില്ല. എത്ര വിശേഷത കൂടുന്നോ അതിനനുസരിച്ച് വിനയം കൂടുകയാണെങ്കിൽ പറയാം മാങ്ങ. മാങ്ങയാണല്ലോ രാജാവ്. അപ്പം രാജാവാകണമെങ്കിൽ ഒരിക്കലും അഭിമാനം വരാൻ പാടില്ല, വിനയം വരണം. लेकिन नारियल भी कोई साधारण चीज नहीं। नारियल के अंदर पानी होता है, खोबरा होता है। अगर कितनी भी बीमारी है, अगर नारियल का पानी पियो, खोबरा खाओ, कई बीमारियां ठीक हो जाती हैं। പക്ഷെ തേങ്ങ ഒരു സാധാരണ വസ്തുവല്ല. തേങ്ങയുടെ അകത്ത് തേങ്ങയുണ്ട്, തേങ്ങയുടെ വെള്ളമുണ്ട്. തേങ്ങയെ തന്നെ പല അസുഖങ്ങൾക്കും കരിക്കിൻ്റെ വെള്ളവും കരിക്കും ഒക്കെ ആളുകൾ കുടിക്കാറുണ്ട്. എത്ര അസുഖം മാറാറുണ്ടെന്നറിയോ. അതുകൊണ്ട് തേങ്ങയും സാധാരണ വസ്തുവല്ല. जब कोरोना काल हुआ था भारत में, एक एक नारियल की कीमत 400-500 रुपये हो गई थी, जो पानी वाला नारियल, क्योंकि पेशेंट बहुत थे, पानी मिलता ही नहीं था। तो नारियल भी अच्छी चीज़ है। കോവിഡിൻ്റെ ടൈമിൽ, കൊറോണ സമയത്ത് ഒരു കരിക്കിന് 400-500 രൂപയൊക്കെ വിലയായിരുന്നു. കാരണം എന്താ, രോഗികളുടെ എണ്ണം കൂടി, കരിക്കിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പം കരിക്കിന് വില കൂടി. രോഗമൊക്കെ വരുമ്പം, പനിയൊക്കെ വരുമ്പം കരിക്ക് കുടിക്കുന്നത് നല്ലതാണ്. लेकिन वो नारियल का पानी पीना है, खोबरा खाना है, तो उसके लिए ऊपर का कवच को तोड़ना पड़ता है। जब ऊपर का कवच तोड़ेंगे तो पानी मिलेगा, खोबरा खा सकेंगे। പക്ഷേ ഈ തേങ്ങയുടെ അകത്തിരിക്കുന്ന തേങ്ങയും വെള്ളവും കിട്ടണമെങ്കിൽ ആദ്യം ചിരട്ട പൊട്ടിക്കണം. ചിരട്ട പൊട്ടിച്ചാലേ അകത്തിരിക്കുന്ന തേങ്ങയും വെള്ളവും നമുക്ക് എടുക്കാൻ പറ്റൂ. वास्तव में ये नारियल है, आत्मा का प्रतीक है। നാരിയൽ, തേങ്ങ എന്ന് പറയുന്ന ആത്മാവിന്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ. जैसे आत्मा के अंदर ओरिजिनल अंदर संस्कार बहुत अच्छे हैं, लेकिन ऊपर विकारों का कवच लगा हुआ है, काम, क्रोध, लोभ, मोह, अहंकार। അതെന്തുകൊണ്ട് ആത്മാവിന്റെ പ്രതീകമാണ് തേങ്ങ എന്ന് പറഞ്ഞതെന്ന് മനസ്സിലായോ? ആത്മാവിന്റെ അകത്തുള്ള ഒറിജിനൽ സംസ്കാരം വളരെ നല്ലതാണ്. പക്ഷെ പുറത്ത് കാമം, ക്രോധം, മോഹം, അഹങ്കാരമൊക്കെ ആയിട്ട് തേങ്ങ ചിരട്ട കൊണ്ട് മൂടിയിരിക്കുകയാണ്. जैसे नारियल को 3 होल होते हैं, 3 होल, इसी तरह आत्मा के अंदर मन, बुद्धि और संस्कार, उसका प्रतीक 3 होल है. ഇനി ആത്മാവിന്റെ പ്രതീകമാണ് തേങ്ങ എന്ന് പറയാനുള്ള അടുത്ത ഉദാഹരണം. തേങ്ങയ്ക്ക് 3 കണ്ണുണ്ട്, ആത്മാവിന് 3 ഭാഗമുണ്ട്, മനസ്സ്, ബുദ്ധി, സംസ്കാരം. जैसे नारियल का कलर भी केसरी होता है लगभग, आत्मा भी केसरी कलर की है. തേങ്ങയുടെ കളർ എന്താ? लगभग केसरी होता है, केसरी कलर. കേസരി, मतलब थोड़ा सा लाल, हल्का सा लाल. കൊപ്രയാ, കുങ്കുമം. ഓ, കേസർ. ഓക്കെ. കുങ്കുമത്തിന്റെ, അതായത് ചുമപ്പ് പോലെ അടുപ്പിച്ചൊരു കളറാണല്ലോ തേങ്ങയ്ക്കുള്ളത്. ആത്മാവിന്റെ നിറം അതാണല്ലോ. और इसीलिए भक्ति मार्ग में क्या करते हैं, नारियल को केवल मूर्ति के सामने रखते नहीं है, उसको तोड़ेंगे, पानी डालेंगे, खोबरा रखेंगे, कहते भगवान प्रसन्न हो गया. അതുകൊണ്ട് ഭക്തിയിൽ എന്താ ചെയ്യുന്നത്? തേങ്ങ വാങ്ങിച്ചുകൊണ്ടങ്ങ് വെക്കുകയല്ല ചെയ്യുന്നത്. തേങ്ങ എറിഞ്ഞ് പൊട്ടിച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ ഇങ്ങനെ തുറന്നു വെച്ചു കൊടുക്കും. കണ്ടിട്ടില്ലേ? इसी तरह हम केवल बाबा का बनने से बाबा प्रसन्न नहीं होगा. हमने अपने नारियल को, आत्मा को ला करके शिव जी के सामने पटकाया है, तोड़ा ही नहीं है, ओरिजिनल संस्कार बाहर नहीं निकाले, बाबा प्रसन्न नहीं होगा. इसीलिए 2024 में अपना नारियल तोड़ो, ओरिजिनल अंदर से शांत स्वरूप, आनंद स्वरूप, शक्ति स्वरूप. जैसे वो नारियल के अंदर का खोबरा, पानी बाहर निकलते हैं, इसी तरह हमें आत्मा का ओरिजिनल शांत स्वरूप, आनंद संस्कार को बाहर लाना है, तब बाबा प्रसन्न होगा. അതേപോലെ നമ്മൾ ബാബയുടെ അടുക്കൽ വന്ന് ജ്ഞാനത്തിൽ വന്നെന്ന് പറഞ്ഞ് ബാബയ്ക്ക് സന്തോഷമൊന്നും ആവില്ല. നമ്മൾ ഈ തേങ്ങ പൊളിക്കണം. ഈ വികാരങ്ങളെല്ലാം കളഞ്ഞ് നമ്മുടെ ഒറിജിനൽ സംസ്കാരം പുറത്തു കൊണ്ടുവരണം. ശാന്തസ്വരൂപം, സ്നേഹസ്വരൂപം, ജ്ഞാനസ്വരൂപം, അങ്ങനെ തേങ്ങ പൊളിച്ച് ഒറിജിനൽ സംസ്കാരം ബാബയുടെ മുമ്പിൽ വയ്ക്കുമ്പോഴേ ബാബ നമ്മളിൽ സന്തുഷ്ടനാകൂ. और जैसे नारियल तोड़ते हैं भक्ति मार्ग में, उद्घाटन में, जब नारियल डालने के बाद एक धक से जो टूट गया, कहते हाँ मुहूर्त शुभ है. 5 बार डाला, नारियल टूटा ही नहीं, कहेंगे शुभ ठीक, मुहूर्त ठीक नहीं है. ഭക്തിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, തേങ്ങ ഒരെറിക്ക് പൊട്ടണം. നമ്മൾ ഈ ഗണപതിയുടെയൊക്കെ മുമ്പ് തേങ്ങ പൊട്ടിച്ച
5-6 എറിഞ്ഞിട്ടും പൊട്ടിച്ചില്ലെങ്കിൽ ആളുകൾ പറയും എന്തോ ദൈവത്തിന് പിടിച്ചില്ല എന്നാണ് തോന്നുന്നത്, തേങ്ങ പൊട്ടണേ ഇല്ല എന്ന്. ഒറ്റ എറിക്ക് പൊട്ടിയാൽ പറയും ദൈവം പ്രസാദിച്ചെന്ന് പറയും. इसलिए इस वर्ष में मेहनत करके पुरुषार्थ करके अपना आत्मा का नारियल को तोड़ो, ओरिजिनल संस्कार को बाहर निकालो. और इसके लिए ये स्वराज्य अधिकारी बनने की जरूरत है. जितना इस इंद्रियों पर शासन करेंगे आपका नारियल जल्दी टूट जाएगा और बाबा आपसे प्रसन्न हो जाएगा. അതുകൊണ്ട് ഈ വർഷം 2024 തേങ്ങ പൊട്ടിച്ച് ഒറിജിനൽ സംസ്കാരം പുറത്ത് കൊണ്ടുവരണം. അതുകൊണ്ട് നിങ്ങൾ ഈ വർഷത്തിൽ എത്രത്തോളം സ്വരാജ്യ അധികാരിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നുവോ നിങ്ങളുടെ യഥാർത്ഥ സംസ്കാരത്തിന് നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും. तो कैसे दरबार लगाना है, एक एक इंद्रियों से कैसे बातें करना है, कैसे स्वराज्य अधिकारी बनना है, शिक्षा देना है, फिर सजा कैसी देनी है, पूरा डिटेल में ये क्लास. अगर ये क्लास अनुसार चलेंगे और कौन सी इंद्रियां मुझे विघ्न बनते हैं उसके अनुसार पुरुषार्थ करेंगे तो सचमुच आपके अंदर संस्कार परिवर्तन होंगे. जैसे बाबा सबके प्रिय बने आप भी सबके प्रिय बन जाएंगे. इसलिए स्वराज्य अधिकारी का दरबार रोज हमें सवेरे और शाम में लगाना है. यही 18 जनवरी हमको याद दिलाती है जो बाबा ने पुरुषार्थ किया वही करना है, नया नहीं करना है. ठीक है. ओम शांति. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടത് മനസ്സിലായോ? അതായത് നമ്മൾ ക്ലാസ്സിൽ കേട്ടതാണ് എങ്ങനെയാണോ ഓരോ കർമ്മേന്ദ്രിയങ്ങളുടെയും ദർബാർ വിളിച്ചു കൂട്ടേണ്ടത്. രാവിലെ വിളിച്ചു കൂട്ടണം, എന്തെല്ലാമാണോ ശിക്ഷണം കൊടുക്കേണ്ടത് അത് കൊടുക്കണം. രാത്രിയിൽ വിളിച്ചു കൂട്ടണം, എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ശിക്ഷ കൊടുക്കണം. അങ്ങനെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് സ്വരാജ്യ അധികാരിയായിട്ട് എങ്ങനെ ബ്രഹ്മാബാബ എല്ലാവർക്കും പ്രിയപ്പെട്ടതായോ അതേപോലെ നമുക്കും ഈ ജനുവരി 18 ഈ പുരുഷാർത്ഥമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ മേലെ ഭരണം നടത്തി സ്വരാജ്യ അധികാരി ആകണം. അപ്പോൾ ഈ മാസം ഈ പുരുഷാർത്ഥം നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഓം ശാന്തി.